സോ ഗുഡ് ഈവനിങ് ഓൾ. എൻ്റെ വോയിസ് ക്ലിയർ അല്ലേ? ദേവാനന്ദ, ക്ലിയർ ആണോ വോയിസ്? ആ ക്ലിയർ ആണ്. ആ, ഓക്കെ ഓക്കെ. സോ നമുക്കറിയാം, എക്കണോമിക്സിലെ നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ എൻട്രൻസ് എക്സാം ആയിട്ടുണ്ട്. സോ അതിൻ്റെ മുന്നേ ആയിട്ട് കഴിഞ്ഞ വർഷം അഥവാ 2024 എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ അതിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിലോട്ട് പോകുന്നതിന് മുന്നേ എക്സാമിന് എങ്ങനെ ഒരു എക്സാം ഹാളിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ എക്സാമിനെ എങ്ങനെ ടാക്കിൾ ചെയ്യണം, ഏത് രീതിയിൽ അതിനെ എക്സാമിനോട് നമ്മൾ ബിഹേവ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത്. അതിൽ ഒരു 6 സ്ട്രാറ്റജീസ് ആണ് എനിക്ക് പറയാനുള്ളത്. ഫസ്റ്റ്, ആസ് യൂഷ്വൽ, ഫസ്റ്റ് റീഡ് ദ ക്വസ്റ്റ്യൻ കെയർഫുള്ളി. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ CPD ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമുക്ക് കിട്ടിയിരിക്കുന്ന ക്വസ്റ്റ്യൻ ശരിക്കും വായിക്കാം. ഇത് പറയാൻ കാരണം എന്താ വെച്ചാൽ, നമുക്കറിയാം പല ക്വസ്റ്റ്യനിലും ചൂസ് ദ കറക്റ്റ് ചൂസ് ദ കറക്റ്റ് ആൻസർ എന്നുണ്ടാവും. അതേപോലെ ഇതുമായി ബന്ധപ്പെടാത്ത, ദാറ്റ് മീൻസ് നോട്ട് എന്നുള്ള ഒരു വേർഡ് കാണുന്നുണ്ടാവും. ചിലതിൽ ഓൾവേസ് എന്നും ചില എക്സെപ്റ്റ് എന്നുണ്ടാവും, ചില മോസ്റ്റ് അക്യുറേറ്റ് ആൻസർ എന്ന്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്കറിയാം ഒരു ക്വസ്റ്റിന് 4 ഓപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ മോസ്റ്റ് അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ കണ്ടെത്തുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം 4 ക്വസ്റ്റിനും 4 ആൻസറും എന്ന് പറയുന്നത് ഏകദേശം സിമിലിയർ ആയിരിക്കും. അതിൽ നിന്ന് ഏറ്റവും അക്യുറേറ്റ് ആയിട്ടുള്ള നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഫസ്റ്റ് ഇത് ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക. ഓക്കെ. പിന്നെ രണ്ടാമത് പറയുന്നത് ഐഡന്റിഫൈ ആൻഡ് എലിമിനേറ്റ് റോങ് ഓപ്ഷൻസ് എന്ന്. ഇതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ഇപ്പോഴത്തെ പല സ്റ്റുഡൻസിൻ്റെയും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു ക്വസ്റ്റ്യൻ കാണും, അപ്പോൾ നമുക്കറിയുന്ന ആൻസർ അതിലുണ്ടോ എന്ന് നോക്കും, എന്നിട്ട് അത് സെലക്ട് ചെയ്യും. ശരിക്കും അങ്ങനെയല്ല വേണ്ടത്. ഒരു ക്വസ്റ്റ്യൻ ഇപ്പോൾ 4 ഓപ്ഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. 2 ഓപ്ഷൻ നിങ്ങൾക്ക് അറിയാം അതെന്തായാലും വരൂലെന്ന്. അപ്പോൾ എന്ത് ചെയ്യുക, ആ 2 ഓപ്ഷൻ നിങ്ങൾ ആദ്യം എലിമിനേറ്റ് ചെയ്യുക. പിന്നീട് 2 ഓപ്ഷൻസ് എക്സ്ട്രാ വന്നിട്ടുണ്ടാവും. ആ ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയി നിൽക്കണം. അതിലൊന്ന് നിങ്ങൾ പഠിച്ചതുമായി കൂടുതൽ ബന്ധം പുലർത്തുന്ന ഏതാണോ ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അങ്ങനെയാണ് ഈ രണ്ടാമത്തെ എലിമിനേറ്റിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. മൂന്നാമത് മേക്ക് എഡ്യൂക്കേറ്റഡ് ഗസ്സസ്. അതാണ് ഞാൻ ഓൾറെഡി പറഞ്ഞത്. 2 ഓപ്ഷൻ നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മറ്റ് 2 ഓപ്ഷനിൽ ഏതാണ് ഉത്തരം എന്ന് നോക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പഠിച്ച കോൺസെപ്റ്റുമായി ഏകദേശം ഒരു സാമ്യത പുലർത്തുന്ന ഓപ്ഷൻ അതിൽ ഏതാണോ അതൊന്ന് ആൻസർ ചെയ്യാം. സോ ഓക്കെ, അതാണ് മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞത്. പിന്നെ പ്രാക്ടീസ് ലൈക്ക് ഇറ്റ് ഈസ് എ റിയൽ തിങ്, എക്സാം കണ്ടിവൻ പ്രാക്ടീസിങ്. സോ നിങ്ങളിപ്പോൾ ഒരു എക്സാമിന് മുന്നേ മോക്ക് ടെസ്റ്റുകൾ നടത്തുമല്ലോ. ഇങ്ങനെ മോക്ക് ടെസ്റ്റ് നടത്തുമ്പോൾ നമുക്കറിയാം നമ്മൾ ടൈമർ ഒന്നും വെക്കുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള സമയം വരെ സ്പെൻഡ് ചെയ്ത് നമുക്ക് ഓരോന്നിന്റെ ആൻസർ കണ്ടെത്താം. പക്ഷെ ഒരു ക്വസ്റ്റ്യൻ നമുക്കൊരു എക്സാമിന്, ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് നമുക്ക് 1 മിനിറ്റ് മാത്രമേ എടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, സൈഡിൽ ഒരു ടൈമർ വെക്കുക. എന്നിട്ട് ഞാനിതാ ഈ ഒരു ക്വസ്റ്റ്യൻ ഇത്ര സമയം മാത്രമേ സ്പെൻഡ് ചെയ്യുള്ളൂ എന്ന് കരുതിയിട്ട് ഒരു റിയൽ എക്സാം ഹാളിൽ എങ്ങനെയാണോ നിങ്ങൾ ഇരിക്കുക അതേപോലത്തെ ഒരു സിനാരിയോ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനനുസരിച്ച് മോക്ക് ടെസ്റ്റ് ചെയ്യാൻ നോക്കുക. പിന്നെ അടുത്തതായിട്ടുള്ളതാണ്, നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നാൽ അതിലുണ്ടാവും 3 ഓപ്ഷൻ, അതിൻ്റെ കൂടെ ഓൾ ഓഫ് ദി അബോ എന്ന്. ഈ ഓൾ ഓഫ് ദി അബോ എന്നുള്ള ഓപ്ഷൻ വന്നാൽ അതിലൊരു 90% ചാൻസ് എന്തെന്ന് വെച്ചാൽ ആ ചോദ്യത്തിന്റെ ഉത്തരം ഓൾ ഓഫ് ദി അബോ ആവാനാണ്. ഓക്കെ. അതുപോലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നൺ ഓഫ് ദി അബോ. ഈ നൺ ഓഫ് ദി അബോ വരുന്ന ക്വസ്റ്റ്യനിൽ ഒരു 90% ആ നൺ ഓഫ് ദി അബോ ആയിരിക്കില്ല ഉത്തരം. ഓക്കെ, ഈ ഒരു കാര്യം മനസ്സിലാക്കുക. പിന്നെ ഈ ആറാമത്തെ സ്ട്രാറ്റജി എല്ലാറ്റിലും അപ്ലിക്കബിൾ അല്ല. നിങ്ങൾക്ക് ഒന്നും കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു ഓപ്ഷനാണ് ലോങ്ങർ സെന്റൻസ് ഓപ്ഷൻ ഹാസ് ഹൈ ചാൻസ് ദാൻ അതേഴ്സ്. ചില ക്വസ്റ്റ്യൻ നമുക്ക് ഇതിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ചില ക്വസ്റ്റ്യൻസിൽ ഓപ്ഷൻസുകൾ പലതരത്തിലുണ്ടാവും. അതിൽ ചില ഓപ്ഷൻസ് കുറച്ച് ലോങ്ങർ സെന്റൻസ് ആയിരിക്കും. സോ നിങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. പിന്നെ വേറൊരു കാര്യം മനസ്സിലാക്കാനുള്ളത്, UGC നെറ്റ് പോലത്തെ എക്സാമിനൊക്കെ കാണുന്നുണ്ടെങ്കിൽ അവിടെ എന്തില്ല, നെഗറ്റീവ് മാർക്ക് എന്നുള്ളൊരു സിറ്റുവേഷൻ അവിടെ വരുന്നില്ല. പക്ഷെ നിങ്ങളുടെ ഒരു PG കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ നെഗറ്റീവ് മാർക്ക് വരുന്നത് കൊണ്ട് തന്നെ ഇത്രയും ചാൻസുകൾ എടുക്കുമ്പോൾ, ഇത്രയും ഓപ്ഷൻസ് എടുക്കുമ്പോൾ നിങ്ങൾ ഒന്നും കൂടെ കെയർഫുൾ ആയിട്ട് ചെയ്യണം. അറിയാത്ത കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ പിന്നെ അതിലോട്ട് പോവാതിരിക്കുക. ഓക്കെ. സോ ഇത്രയാണ് സ്ട്രാറ്റജീസ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഈ ഒരു സെഷനിൽ ഈ ഒരു കാര്യങ്ങൾ ഇൻക്ലൂഡ് ആക്കിയെന്നുള്ളൂ. സോ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഈ ഒരു സെഷനിൽ നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യാനാണ് നോക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുക്കാൻ പാടുള്ളൂ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, എന്നിട്ട് ആൻസർ ചെയ്യാൻ നോക്കൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സെനാരിയോസ് ഈസ് മോസ്റ്റ് ലൈക്ലി ടു ലീഡ് ആൻ ഒളിഗോപ്പൊളി. ഈ കൊടുത്തിരിക്കുന്ന 4 ഓപ്ഷനിൽ ഒരു ഒളിഗോപ്പൊളിക്ക് കാരണമാകുന്ന സിറ്റുവേഷൻസ് ഏതെല്ലാമാണെന്നാണ്.
സോ അതിൽ ഫസ്റ്റ് കൊടുത്തിട്ടുണ്ട് എ ഗവൺമെന്റ് ഗ്രാൻസ് എ പേറ്റന്റ് ഫോർ എ യുണീക്ക് ഇൻവെൻഷൻ ടു വൺ ഫേം. പിന്നെ ഗവൺമെന്റ് ഗ്രാൻഡ് പേറ്റന്റ് ഫോർ സിമിലിയർ ഇൻവെൻഷൻ ടു മൾട്ടിപ്പിൾ ഫേം ആൻഡ് മാർക്കറ്റ് ഹാസ് എ റൂം ഫോർ ഓൺലി വൺ ഫേം ഡ്യൂ ടു എക്കണോമി ഓഫ് സ്കെയിൽ ആൻഡ് മാർക്കറ്റ് ഹാസ് റൂം ഫോർ മൾട്ടിപ്പിൾ ഫേം ഡ്യൂ ടു ലോ ബാരിയർസ് ടു എൻട്രി. സോ ഇതൊന്ന് ആൻസർ ചെയ്ത് നോക്കൂ. ചാറ്റ് ബോക്സിൽ ഇടട്ടോ ആൻസർ. കുറഞ്ഞ സമയം എടുത്തിട്ട് പെട്ടെന്ന് ചെയ്യാം. കിട്ടിയോ? ആൻസർ കിട്ടിയോ? വോയിസ് ആയിട്ട് പറയുകയാണെങ്കിൽ അങ്ങനെയും പറയാം. ചാറ്റ് ബോക്സിൽ ഇട്ടുള്ളൂ ആൻസർ കിട്ടിയിട്ടുണ്ടെങ്കിൽ. ദേവാനന്ദ ആൻസർ കിട്ടിയോ? സോ ഈ ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ നോക്കാം. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. എ ഗവൺമെന്റ് ഗ്രാൻസ് പേറ്റന്റ് ഫോർ സിമിലിയർ ഇൻവെൻഷൻ ടു മൾട്ടിപ്പിൾ ഫേം. അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരാൻ കാരണം ജസ്റ്റ് ഒന്ന് നോക്കാം. സോ ഇതിൽ പറയുന്നത് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കുക, ഫസ്റ്റത്തെ ആൻസർ നോക്കുക. ഗവൺമെന്റ് ഗ്രാൻഡ് പാറ്റന്റ് ഫോർ എ യുണീക്ക് ഇൻവെൻഷൻ ടു വൺ ഫേം. ഒരു ഇന്ത്യ എന്നുള്ള രാജ്യത്ത് ഒരു ഇലക്ട്രിക്കൽ കാർ എന്നുള്ള ഒരു ഓപ്ഷനെ കൊണ്ടുവന്നിട്ടില്ലെന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ ഇന്ത്യ എന്നുള്ള രാജ്യത്ത് സിം ഉണ്ടല്ലോ, സിം എന്നുള്ള ഒരു ഓപ്ഷനേ ഇല്ല. പണ്ട് കാലത്ത് ടെലിഫോണിക് പോലെയുള്ള സംഭവം മാത്രമേ ഉള്ളൂ. ഒരു കോൾ ചെയ്യാനുള്ള സിം എന്നുള്ള കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടില്ല. ആ സമയത്താണ് ജിയോ എന്തുകൊണ്ട് സിം എന്നുള്ള കോൺസെപ്റ്റ് വേണം, അത് അവരുടെ ഇൻവെൻഷൻ ആണ്. ഇങ്ങനെ സിം എന്നുള്ള കോൺസെപ്റ്റ് ഇൻവെന്റ് ചെയ്താൽ പിന്നെ ആ ഒരു പേറ്റന്റ് ആരുടെ സ്വന്തമാണ്? ജിയോയുടെ സ്വന്തമാണ്. അപ്പൊ ജിയോക്ക് അവിടെ മൊണോപ്പൊളി പവറാണ് കിട്ടുന്നത്. അപ്പോൾ ഓപ്ഷൻ എ അല്ലേ. പിന്നെ ഓപ്ഷൻ ബി നോക്കുക, ഗവൺമെന്റ് ഗ്രാൻഡ് പേറ്റന്റ് ഫോർ സിമിലിയർ ഇൻവെൻഷൻ. സോ ജിയോ ഒരു സിം കണ്ടുപിടിച്ചു, അതുപോലെ ഐഡിയ വേറൊരു സിം കണ്ടുപിടിച്ചു, അതുപോലെ എയർടെൽ വേറൊരു സിം കണ്ടുപിടിച്ചു. സോ എല്ലാവർക്കും സിമിലിയർ ആയിക്കാണ്ടുള്ള ഇൻവെൻഷന് പേറ്റന്റ് കൊടുക്കുകയാണ്. സോ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എന്ത് ചെയ്യും? അത് ഒളിഗോപ്പൊളിക്ക് കാരണമാവും. ഒളിഗോപ്പൊളി തന്നെ നമുക്കറിയാം, ഫ്യൂ മാർക്കറ്റ് ആൻഡ് ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് എന്നുള്ളതാണ്. ഫ്യൂ സെല്ലേഴ്സും ലാർജ് നമ്പർ ഓഫ് ബയേഴ്സും. സോ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് വരിക രണ്ടാമത്തതാണ്. കാരണം എന്താ? ഒരേ സ്വഭാവമുള്ള ഒരു ഒരു കൂട്ടം ആളുകൾ ആണ് ഇവിടെ പേറ്റന്റ് കൊടുത്തിട്ടുള്ളത്. സോ അതേപോലെ തന്നെ മാർക്കറ്റ് റൂം ഫോർ മൾട്ടിപ്പിൾ ഫേംസ് ഡ്യൂ ടു ലോ ബാരിയർസ് ടു എൻട്രി. ഇതൊരു മൊണോപോളിസ്റ്റിക് സിറ്റുവേഷൻ ആണ്. ഒരു മൊണോപോളിസ്റ്റ്, നമ്മൾ റിയൽ വേൾഡ് മാർക്കറ്റിന്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയാലോ. കുറേ ഫേംസ് ഉണ്ടാവും. എന്തെന്ന് വെച്ചാൽ അവർക്ക് എപ്പോൾ വേണമെങ്കിലും എൻട്രി ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും ലെഫ്റ്റ് അടിക്കുക. കാരണം എന്താ? അവിടെ ബാരിയേഴ്സ് ടു എൻട്രി ഇല്ല. സോ ഫസ്റ്റ് ക്വസ്റ്റിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. എ ഗവൺമെന്റ് ഗ്രാൻസ് പേറ്റന്റ് ഫോർ സിമിലിയർ ഇൻവെൻഷൻ ടു മൾട്ടിപ്പിൾ ഫേം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. സെക്കൻഡ്, വാട്ട് ഹാപ്പൻസ് ഇൻ ദ ലോങ് റൺ ഇഫ് ഫേംസ് ഇൻ എ മൊണോപോളിസ്റ്റിക്കലി കോമ്പറ്റീറ്റീവ് ഇൻഡസ്ട്രി ആർ ഏർണിംഗ് എക്കണോമിക് പ്രോഫിറ്റ്? സോ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇൻഡസ്ട്രി അറ്റാക്ക് എൻറ്റയർ അൺടിൽ പ്രോഫിറ്റ് റീച്ച് സീറോ, ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ആൻഡ് ഇൻക്രീസ് ഇൻ എക്കണോമിക് പ്രോഫിറ്റ്, ഇൻഡസ്ട്രി ഫേസ് ഗവൺമെന്റ് റെഗുലേഷൻ, ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ഡിക്രീസ് ഇൻ കൺസ്യൂമർ ഡിമാൻഡ്. സോ രണ്ടാമത്തിന്റെ ആൻസർ ഒന്ന് ചെയ്തു നോക്കൂ. Monopolistically competitive industry are earning economic profit. Long run firms wherever industry attract entry until its profit reach zero. Means in English economy, industry face economic regulations. So demand. കിട്ടിയോ? ഇത് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ മൊണോപ്പൊളിസ്റ്റിക്കലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ്. ദാറ്റ് മീൻസ് നമ്മൾ റിയൽ വേൾഡ് പോലെ കുറേ സെല്ലേഴ്സ് ഉള്ള ഒരു മാർക്കറ്റാണ്. ആ മാർക്കറ്റിൽ ഒരു ഫേമിന് എന്ത് ചെയ്ത് ഒരു എക്കണോമിക് പ്രോഫിറ്റ് കിട്ടി. എക്കണോമിക് പ്രോഫിറ്റ് എന്ന പ്രോഫിറ്റ് അബോവ് നോർമൽ പ്രോഫിറ്റ്, സാധാരണ കിട്ടുന്ന പ്രോഫിറ്റിനെക്കാൾ കൂടുതൽ പ്രോഫിറ്റ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സിറ്റുവേഷൻ വന്നാൽ ഈ കമ്പനി അല്ലെങ്കിൽ ഈ മാർക്കറ്റിലുള്ള ആ ഒരു കമ്പനി ഉണ്ടല്ലോ, ആ കമ്പനിക്ക് ഈ ലോങ് റണ്ണിൽ ആ കമ്പനിയുടെ അവസ്ഥ എന്തേ കാര്യം? ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ എക്കണോമിക് പ്രോഫിറ്റ് തന്നെ കിട്ടിക്കൊണ്ടിരിക്കുമോ, അല്ലെങ്കിൽ സീറോ പ്രോഫിറ്റ് ആവോ, അല്ലെങ്കിൽ ഗവൺമെന്റ് കൂടുതൽ റെഗുലേഷൻ കൊണ്ടുവരുമോ? അങ്ങനെയാണ് നോക്കുന്നത്. സോ ഈ രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഇതിന് ആൻസർ ആയിട്ട് വരുന്നത്
ഓപ്ഷൻ എ ആണ്. ദിസ് ഇൻഡസ്ട്രി അറ്റാക്ക് എൻട്രി അൺടിൽ പ്രോഫിറ്റ് റീച്ച് സീറോ. ഈ ഒരു സെനാരിയോ വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതൊരു മാർക്കറ്റ്, ഇവിടെ ഒരു ബി സി ഡി ഇ എഫ്, ഈ ഒരു മാർക്കറ്റ് കുറേ പ്ലേയേഴ്സ് ഉണ്ട്. ഇതിൽ ഈ ബി എന്നുള്ള ആൾക്ക് വല്ലാത്തൊരു പ്രോഫിറ്റ് കിട്ടാണ്. ഈ പ്രോഫിറ്റ് കിട്ടാൻ കാരണം എന്താ? ആ ഒരു സ്പെസിഫിക് കമ്പനി വിൽക്കുന്ന സാധനങ്ങൾക്ക് ഹൈ ഡിമാൻഡ് മാർക്കറ്റിൽ ഉള്ളത് കൊണ്ടാണ് അതിന് അത്രയും പ്രോഫിറ്റ് കിട്ടുന്നത്. സോ ഒരു മൊണോപ്പൊളിസ്റ്റ് മാർക്കറ്റിന്റെ സിറ്റുവേഷൻ നമുക്കറിയാം, അവിടെ ഫ്രീ ലോ ബാരിയേഴ്സ് ടു എൻട്രി ആൻഡ് എക്സിറ്റ് ആണ്. സോ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ പുറത്തുള്ള ആളുകൾക്ക് എന്ത് വിചാരിക്കും, ഇവർക്ക് നല്ല പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് ഇത് ബെസ്റ്റ് ടൈമാണ് ഈ മാർക്കറ്റിലോട്ട് എൻറ്റർ ചെയ്യാനുള്ളത് എന്ന്. സോ സിമ്പിളായിട്ട് പറയാന്നുണ്ടെങ്കിൽ നമ്മുടെ മലയാളികളുടെ ഒരു ശീലം ഉണ്ടല്ലോ. ഉദാഹരണത്തിന് ഈ ഒരു സ്പെസിഫിക് ഏരിയയിൽ ഒരു ചെങ്ങായി ഹോട്ടൽ തുടങ്ങിയെന്ന് വിചാരിക്കുക. ആ ഹോട്ടൽ തുടങ്ങിയതിന്റെ ഭാഗമായിട്ട് അയാൾക്ക് നല്ല പ്രോഫിറ്റ് കിട്ടിയാൽ ആ പ്രദേശത്ത് പിന്നെ ഒരു 2 വർഷം കഴിഞ്ഞാൽ ഫുൾ ഹോട്ടൽസ് കാര്യം. അങ്ങനത്തെ സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഗുഡ്സിന് അവിടെ ഡിമാൻഡ് ഉള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന് പ്രോഫിറ്റ് കിട്ടിയത്. പിന്നെ പല പല ആളുകൾ വന്നതിനനുസരിച്ച് അവൈലബിലിറ്റി, സപ്ലൈ ഓഫ് ഗുഡ് കൂടി, ഹോട്ടലിന്റെ എണ്ണം കൂടി. അപ്പൊ എന്ത് ചെയ്യും? അദ്ദേഹത്തിന്റെ സാധനങ്ങളുടെ ഡിമാൻഡ് കുറഞ്ഞു വരും. പിന്നെ ഭാവിയിൽ ലോങ് റൺ എടുത്ത് നോക്കുമ്പോൾ ആ ഏരിയയിൽ മൊത്തം ഫുള്ള് കുഴിമന്തിന്റെ കടയും ബ്രോസിന്റെ കടയൊക്കെ കയറും. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രോഫിറ്റ് എന്ത് ചെയ്യും? ദ ഇൻഡസ്ട്രി അറ്റ് എൻട്രി അണ്ടിൽ പ്രോഫിറ്റ് റീച്ച് സീറോ. അദ്ദേഹത്തിന് കിട്ടുന്ന പ്രോഫിറ്റ് സീറോ ആവും. ഓക്കെ, സോ അതാണ് ഇതിൽ പറയുന്നത്. ഒരു കമ്പനി അത്യാവശ്യം പ്രോഫിറ്റ് ഏൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവരെ ഈ ഒരു ഇൻഡസ്ട്രിയിലോട്ട് അട്രാക്ട് ചെയ്യും. അതുവഴി അവിടെ സപ്ലൈ ഓഫ് ഗുഡ്സ് കൂടും. അതുവഴി ഡിമാൻഡ് എന്ത് ചെയ്യും? എല്ലാവരിലും ഡിസ്ട്രിബ്യൂട്ടഡ് ആവും. അതുവഴി ആ ലോങ് റണ്ണിൽ എക്കണോമിക് പ്രോഫിറ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയുടെ പ്രോഫിറ്റ് എന്ത് ചെയ്യും? ഒരു നോർമൽ പ്രോഫിറ്റ് ആയിട്ട് മാറും. സോ ഇതിന്റെ ഓപ്ഷൻ വരുന്നത് ഞാൻ പറഞ്ഞു ഓപ്ഷൻ എ ആണ്. ഓക്കെ അല്ലേ? സോ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഹൗ ഈസ് എ മാർജിനൽ പ്രൊഡക്റ്റ് ഡിഫൈൻഡ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ലേബർ മാർക്കറ്റ്? മാർജിനൽ പ്രൊഡക്റ്റ് ലേബർ മാർക്കറ്റിന്റെ കോണ്ടെക്സ്റ്റിൽ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യാൻ കഴിയുക എന്നുള്ളത്. ടോട്ടൽ ഔട്ട്പുട്ട് ഓഫ് ദ ഫേം, ദ അഡീഷണൽ ഔട്ട്പുട്ട് ഫ്രം ഇൻക്രീസ് ഇൻ വർക്ക് ഫോഴ്സ് ബൈ വൺ വർക്കർ, ദ ഔട്ട്പുട്ട് ജനറേറ്റഡ് ബൈ വൺ വർക്കർ ഇൻ എ ഡേ, ദ ആവറേജ് ഔട്ട്പുട്ട് ഓഫ് ഓൾ വർക്കർ ഇൻ ദ ഫേം. സോ ഇതൊന്ന് ആൻസർ ചെയ്ത് നോക്കും, ഇതിന്റെ ഉത്തരം എന്താണ്? സോ മാർജിനൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ പ്രൊഡക്റ്റിലോട്ട് അഡീഷണൽ ആയിട്ട് ഒരു യൂണിറ്റ്, എപ്പോഴും മാർജിനൽ കോൺസെപ്റ്റ് വരുമ്പോൾ ഒരു യൂണിറ്റ് എക്സ്ട്രാ എന്നുള്ള ചിന്ത വരുന്നത്. ടോട്ടൽ പ്രൊഡക്റ്റിലോട്ട് ഒരു യൂണിറ്റ് അഡീഷണൽ ആയിക്കാണ് ഒരു ഔട്ട്പുട്ടും കൂടി ആഡ് ചെയ്താൽ ആ ഒരു അതിൻ്റെ ടോട്ടൽ റിസൾട്ട് എന്തായിരിക്കും എന്നാണ് നമ്മൾ മാർജിനൽ പ്രൊഡക്റ്റ് കൊണ്ട് നോക്കുന്നത്. ഓക്കെ, ഉദാഹരണത്തിന് ഇപ്പോൾ ലേബറിന്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു ടോട്ടൽ ലേബർ ഇപ്പൊ നിലവിലുള്ള ഒരു 100 ലേബർ ആണെന്ന് വിചാരിക്കുക. 100 ലേബർ ഒരു 200 ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. ഈ 100 ലേബറിലോട്ട് അഡീഷണൽ ആയിട്ട് ഒരു ലേബറും കൂടി ആഡ് ചെയ്ത് ഒരു 101 ലേബർ ആയാലേ അത് എത്രത്തോളം ഇമ്പാക്റ്റ് ഈ ടോട്ടൽ പ്രൊഡക്ഷനിൽ ഉണ്ടാക്കുന്നുണ്ട് എന്ന് നോക്കുന്നതിനെയാണ് നമ്മൾ മാർജിനൽ പ്രൊഡക്റ്റ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ലേബർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ സെയിം സാധനം തന്നെ നമ്മൾ മാർജിനൽ യൂട്ടിലിറ്റി ആയിട്ടും പറയല്. നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആപ്പിൾസിൽ ടോട്ടലുള്ള 10 ആപ്പിളിൽ നമുക്കൊരു 20 യൂട്ടിൽസ് തരുന്നുണ്ടെങ്കിൽ ഈ 10ലോട്ട് ഞാൻ എക്സ്ട്രാ ആയിട്ട് ഒരു ആപ്പിളും കൂടി ആഡ് ചെയ്താൽ അത് എനിക്ക് എത്രത്തോളം യൂട്ടിലിറ്റി തരും? ഒന്ന് അഡീഷൻ ചെയ്യുമ്പോൾ നമുക്ക് എത്രത്തോളമാണ് മാറ്റം വരുന്നുള്ളതാണ് അത് പറയുന്നത്. അതേപോലെ തന്നെയാണ് നമ്മൾ MPC പറയുന്നത്, മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം. നമ്മൾ നിലവിലുള്ള ഇൻകത്തിലോട്ട് ഒരു യൂണിറ്റ് എക്സ്ട്രാ ഇൻകം ആഡ് ചെയ്യുമ്പോൾ നമ്മളെ കൺസംഷൻ എത്രത്തോളം ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്, എഫക്റ്റ് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, ആ ഒരു കോൺസെപ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് MPC എന്ന് പറയുന്നത്. ഈ മാർജിനൽ കോൺസെപ്റ്റ് കേൾക്കുമ്പോൾ നിങ്ങളെ മൈൻഡിലോട്ട് വരുന്ന അഡീഷണലി 1 യൂണിറ്റ് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ,
സോ ഇതിന്റെ ആൻസർ വരിക ഓപ്ഷൻ സി ബി ആണ്. ദ അഡീഷണൽ ഔട്ട്പുട്ട് ഫ്രം ഇൻക്രീസ് ഇൻ ദ വർക്ക് ഫോഴ്സ് ബൈ വൺ വർക്കർ. ഓക്കെ. സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, നാലാമത്തെ. വാട്ട് കോൺസെപ്റ്റ് കോംപ്ലിമെന്റ് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ആൻഡ് എംഫസിസ് ദ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിംഗ് ഗുഡ്? ഓപ്ഷൻ എ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ്, ഓപ്ഷൻ ബി അബ്സല്യൂട്ട് സ്കേഴ്സിറ്റി, ഓപ്ഷൻ സി ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, ഓപ്ഷൻ ഡി ട്രേഡ് ഇക്വിലിബ്രിയം. ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാന്ന് വെച്ചാൽ, നമുക്കറിയാം അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി ഉണ്ടല്ലോ. ഈ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി പറഞ്ഞാൽ ഒരു രാജ്യം, രണ്ട് രാജ്യങ്ങൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ രാജ്യത്തിൽ ഏത് രാജ്യത്തിനാണോ ഒരു ഗുഡ്സിന്റെ മേലെ പ്രൊഡക്ഷൻ നടത്താൻ അഡ്വാൻറ്റേജ് ഉള്ളത്, അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഉള്ളത്, സോ ആ കൺട്രി ആ ഒരു ഗുഡ്സിൽ പ്രൊഡക്ഷനിൽ സ്പെഷ്യലൈസേഷൻ ചെയ്യുമെന്നാണ് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി പറയുന്നത്. പക്ഷേ ഒരു കൺട്രിക്ക് രണ്ട് ഗുഡ്സിലും അഡ്വാൻറ്റേജ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ എങ്ങനെയാണ് പ്രൊഡക്ഷൻ ഏത് കൺട്രി ചെയ്യണം ഏത് കൺട്രി ചെയ്യരുതെന്ന് തീരുമാനിക്കൽ, ആ ഒരു കോൺസെപ്റ്റിലൂടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്നുള്ളതും കൂടി ആഡ് ചെയ്തിട്ട് വേറൊരു തിയറി കൊണ്ടുവന്നിട്ടുണ്ട്. സോ അതെന്താണെന്നാണ് ഇവിടെ ചോദിക്കുന്നത്. സോ ഇതിന്റെ ഫോറിന്റെ ആൻസർ വരിക കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ. അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് എന്താണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഈ ഒരു ഈ ഒരു കേസിൽ അവിടെ അസംഷൻ എന്ന് രണ്ട് കൺട്രി രണ്ട് ഗുഡ്സ് എന്നാണ്. സോ ഒരു കൺട്രിക്ക് ഒരു ഗുഡ്സിൽ അഡ്വാൻറ്റേജും മറ്റേ കൺട്രിക്ക് മറ്റേ ഗുഡ്സിൽ അഡ്വാൻറ്റേജ് ആണെന്നുണ്ടെങ്കിൽ ഓരോരുത്തരും ഓരോരോ ഗുഡ്സിൽ സ്പെഷ്യലൈസേഷൻ ചെയ്തിട്ട് പ്രൊഡക്ഷൻ നടത്തുന്നതാണ് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജിൽ പറയുന്നത്. അത് കൊണ്ടുവന്നിട്ടുള്ളത് ദ ഫാദർ ഓഫ് എക്കണോമിക്സ് നമ്മൾ പറയുന്ന ആഡം സ്മിത്ത് ആണ്. അതുപോലെ തന്നെ പിന്നെ അബ്സല്യൂട്ടിലാണ്. പിന്നെ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജിൽ എന്താണ് പറയുന്നത്? കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഡേവിഡ് റിക്കാർഡോ ആണ്. അദ്ദേഹം പറയേണ്ടത് ഈ ആഡം സ്മിത്ത് ഈ ഒരു സെയിം കൺട്രിക്ക് തന്നെ രണ്ട് ഗുഡ്സിലും അഡ്വാൻറ്റേജ് ഉണ്ടാണെങ്കിൽ എന്ത് സിറ്റുവേഷൻ ആണെന്ന് അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. സോ ഈ ഒരു കേസിലാണ് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് എന്നുള്ള തിയറിയുമായിട്ട് ഡേവിഡ് റിക്കാർഡോ വന്നിട്ട് അദ്ദേഹം പറഞ്ഞത്, ഇനി അങ്ങനത്തെ സെയിം ഗുഡ്സിൽ ഒരേ കൺട്രിക്ക് അഡ്വാൻറ്റേജ് ആണെന്നുണ്ടെങ്കിലും ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കൺസിഡർ ചെയ്താൽ മറ്റേ കൺട്രിക്ക് ലോ ഓപ്പർച്യൂണിറ്റി കോസ്റ്റിൽ അത് പ്രൊഡക്ഷൻ നടത്താൻ കഴിയുമെന്നുണ്ടെങ്കിൽ അവിടെ സ്റ്റിൽ ട്രേഡ് പോസിബിൾ ആണെന്നാണ് റിക്കാർഡോ തന്റെ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജിലൂടെ പറയുന്നത്. കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് റിക്കാർഡോയാണ്, അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ആഡം സ്മിത്ത് ആണ്. സോ ഇതിന്റെ ഫോർത്തിന്റെ ആൻസർ വരിക ഓപ്ഷൻ എ ആണ്. അടുത്ത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഞാൻ സമയമില്ല, കൂടുതൽ ക്വസ്റ്റ്യൻ കവർ ചെയ്യുക എന്നുള്ളത് കൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. എത്രത്തോളം ക്വസ്റ്റ്യൻ ചെയ്യുന്നു അത്ര നിങ്ങൾക്ക് അത് എക്സാമിന് ബെനിഫിറ്റ് ആയിരിക്കും കേട്ടോ. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കുക. വാട്ട് ഈസ് ദ പ്രൈമറി റീസൺ എ കൺട്രി ക്യാൻ ബെനിഫിറ്റ് ഫ്രം ട്രേഡ് ഈവൻ ഇഫ് ഇറ്റ് ഹാസ് ഹൈ ലെവൽ ഓഫ് പ്രൊഡക്ടിവിറ്റി ഇൻ ഓൾ ഗുഡ്സ്? നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ വേറൊരു രീതി ചോദിച്ചിട്ടുള്ളതാണ്. സോ നോക്കൂ, ഇതിന്റെ ഓപ്ഷൻസ് നോക്കുക. അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ്, കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ്, സ്പെഷ്യലൈസേഷൻ, കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ്. പെട്ടെന്ന് ആൻസർ ചെയ്യൂ. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. പ്രൈമറി റീസൺ ഫോർ എ കൺട്രി ക്യാൻ ബെനിഫിറ്റ് ഫ്രം ട്രേഡ് ഈവൺ ഇഫ് ഇറ്റ് ഹാസ് ഹൈ ലെവൽ ഓഫ് പ്രൊഡക്ടിവിറ്റി ഇൻ ഓൾ ഗുഡ്സ്. ഈ ഒരു കേസിൽ ഇത് കൺട്രി എ, ഇത് കൺട്രി ബി. കൺട്രി എ വീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കൺട്രി എക്ക് 10, ബി ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ 8 കോസ്റ്റ് വരുന്നുണ്ട്. സോ ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും അഡ്വാൻറ്റേജ് ആയിരിക്കാം? സോ ഈ ഒരു കേസിൽ അഡ്വാൻറ്റേജ്
ബിക്ക് 8 ലേബറിന്റെ ആവശ്യം വരുന്നു, ആ സമയത്ത് എക്ക് 10 ലേബറിന്റെ ആവശ്യം വരുന്നുണ്ട്. സോ ഇവിടെ 8 ലേബറിന്റെ ആവശ്യം, ഇവിടെ 10 ലേബറിന്റെ ആവശ്യം. സോ ഇവിടെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്ക് വീറ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 10 ലേബർ യൂസ് ചെയ്യണം. ആ സ്ഥാനത്ത് ബിക്ക് വെറും 8 ലേബർ യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ഉള്ളത് ബിക്കാണ്. ഇനി റൈസിന്റെ കാര്യത്തിൽ നോക്കുക, എക്ക് 6 ലേബർ വേണം, ബിക്ക് 5 ലേബർ മതി. സോ ഈ ഒരു കേസിലും കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ആർക്കാണ്? ബിക്കാണ്. സോ ഈ ഒരു സെനാരിയോയില് എന്ത് ചെയ്യും? ഇപ്പോഴത്തെ ഒരു കേസ് നോക്കുക, രണ്ട് ഗുഡ്സും ഒരേ കൺട്രിയാണ് പ്രൊഡക്ഷൻ നടത്തുന്നത്. സോ ഈ ഒരു കേസിലാണ് നമ്മൾ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ്. സോ ഇത് 10ഉം 8ഉം തമ്മിൽ ഡിഫറൻസ് നമുക്കറിയാം, 4, 6ഉം 5ഉം 1. സോ ഈ ഒരു കേസിൽ ഇവിടെ സ്റ്റിൽ ട്രേഡ് പോസിബിൾ ആണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇതുമായി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കൺട്രി എ ഏതിൽ കോൺസെൻട്രേറ്റ് ചെയ്യും? പ്രൊഡക്ഷൻ ഓഫ് വീറ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യും. കാരണം എന്താ? അതും ബിയും തമ്മിൽ അത്യാവശ്യം ലേബർ 4% ഡിഫറൻസ് വരുന്നുണ്ട്. പക്ഷെ ഇവിടെ അത് വെറും 1 മാത്രമേ ഉള്ളൂ. സോ ആ ഒരു കോൺസെപ്റ്റാണ് ഇവിടെ പറയുന്നത്. ഹൈ ലെവൽ ഓഫ് പ്രൊഡക്ടിവിറ്റി ഇൻ ഓൾ ഗുഡ്സ്. ബിക്ക് ഈ രണ്ടിലും ഹൈ ലെവൽ ഓഫ് പ്രൊഡക്ടിവിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിലും ഇവിടെ എക്കും ഇവിടെ ട്രേഡിന് പോസിബിൾ ആണ്. ഈ ഒരു തിയറി മുന്നോട്ട് വെച്ചത് ആരെന്ന് വെച്ചാൽ റിക്കാർഡ് തന്റെ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് തിയറിയിലൂടെയാണ് ഇത് പറഞ്ഞത്. അപ്പോൾ 5ന്റെ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നതും ഡി അഥവാ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ആണ്. സോ ഇത് ക്ലിയർ ആണോ? ഓക്കെ അനീന. സോ അടുത്ത നോക്കുക, ഇഫ് എ നേഷൻസ് GDP ഡിക്രീസ്ഡ് ഫ്രം 500 crores to 450 crores ഓവർ എ ഇയർ, വാട്ട് ഈസ് ദ ഗ്രോത്ത് റേറ്റ്? ഇത് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കാണാം. ഇതിനുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷൻ ഇത് പൊതുവേ നമ്മൾ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ അങ്ങനത്തെ കുറേ കേസിൽ വരുന്നതാണ്. ഡിഫറൻസ് ബൈ ഇനീഷ്യൽ, പിന്നെ ഗ്രോത്ത് റേറ്റ് അല്ലേ ചോദിച്ചിട്ടുള്ളത്, അപ്പോൾ ഇൻറ്റു 100 ചെയ്താൽ മതി. സോ അതൊന്ന് ചെയ്ത് നോക്കൂ. എങ്ങനെയാണെന്ന് വെച്ചാൽ നേഷൻസ് GDP ഡിക്രീസ്ഡ് ഫ്രം 500 to 450 അല്ലേ. അപ്പോൾ ഇനീഷ്യലേക്കാണുള്ള GDP എത്രയാണ്? 500. 500ന്ന് എത്രയാണ് ചേഞ്ച്? 450 മാറി. അപ്പോൾ അത് 500ഉം 400ഉം തമ്മിൽ ഡിഫറൻസ് കാണാം. പിന്നെ അത് എന്ത് ചെയ്യുക? ഇനീഷ്യലേക്കാണ്ട് ഏതായിരുന്നു GDP നോക്കുക. അത് ഞാൻ ഏതായാലും മതി, ഇനീഷ്യൽ GDP ഏതാണ്? ആദ്യത്തെ GDP. ആ GDP അടിയിൽ ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. അപ്പോൾ ഒരു ഉത്തരം കിട്ടും. അതായിരിക്കും ഈ 6ാമത്തെ ഉത്തരം. സോ ഇത് ഈസി മാത്തമാറ്റിക്സ് ആണ്. സോ ഞാൻ തന്നെ ഒന്ന് ചെയ്തുതരാം. സോ ഇതിൽ GDP ഡിഗ്രീസ് ഫ്രം 500 to 450. 500 മൈനസ്, ആൻസർ കിട്ടുമോ? ചാറ്റ് ബോക്സിൽ ഇട്ടോളൂ കേട്ടോ. 500 മൈനസ് 450. അപ്പോൾ ഡിഫറൻസ് കിട്ടി. ഇനി എന്ത് ചെയ്യാം? ഇനീഷ്യൽ GDP എത്രയാണ്? ആദ്യത്തെ 500 ആയിരുന്നു, അതിൽ നിന്നാണ് 450 ആയത്. ഇപ്പൊ 500 ഇടാം. 500ന്ന് 450 പോയാൽ 50/500 ഇൻറ്റു 100. സോ 100, 100, 10. ഉത്തരം കിട്ടൽ 10 ആയിരിക്കും. ഇതിൽ പക്ഷെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലായി ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? ഡിഗ്രീസ് എന്നാണ്. സോ ആൻസർ എത്രയായിരിക്കും? ഓപ്ഷൻ എ ആയിരിക്കും, -10% ആയിരിക്കും. ഓക്കെ, 50/500 ഇൻറ്റു 100. 0 0 വെട്ടി, 5 5 1, ആൻസർ 10 കിട്ടും. ഡിഗ്രീസ് എന്ന് പറഞ്ഞുകൊണ്ട് നെഗറ്റീവ് ആയിരിക്കും, അഥവാ ഇൻക്രീസ് എന്നാണ് നമ്മൾ എന്ത് ചെയ്യും? പോസിറ്റീവ് ഇട്ടുള്ളൂ.
സോ ആറിന്റെ ഉത്തരം വരല് എ, ഓപ്ഷൻ എ. ഓക്കെ. സോ 7 നോക്കുക. വാട്ട് ഹാപ്പൻസ് ടു ദ ബഡ്ജറ്റ് കൺസ്ട്രെയിൻ വെൻ ദ പ്രൈസ് ഓഫ് എ ഗുഡ് ഇൻക്രീസസ്? രണ്ട് ഗുഡ്സ് ഉണ്ടാവും, അതിൽ ഒരു ഗുഡ്സിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്തപ്പോൾ ബഡ്ജറ്റ് കൺസ്ട്രെയിൻ എന്താണ് സംഭവിക്കുന്നത്? സോ ഇത് ഞാൻ തന്നെ ആൻസർ ചെയ്ത് തരാം. സോ നിങ്ങളെ കൊണ്ട് കഴിയുന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കാം കേട്ടോ. ഇതാ മറ്റേ ഒരു ഗ്രാഫ് ഒക്കെ വെച്ചിട്ട് ബഡ്ജറ്റ് കൺസ്ട്രെയിനും ഒരു ഡിമാൻഡ് കർവിന്റെ ഒരു ഗ്രാഫ് പോലത്തെ ഗ്രാഫ് വെച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. കുറച്ചൊന്ന് ലോജിക്ക് യൂസ് ചെയ്യേണ്ടെന്നുള്ളൂ. നമുക്കറിയാം പി എക്സ് പ്ലസ് പി എം സീക്വൽ ടു എം എന്നുള്ളതാണ് ബഡ്ജറ്റ് കൺസ്ട്രെയിൻ്റെ ഇക്വേഷൻ. ദാറ്റ് മീൻസ് പ്രൈസ് ഓഫ് എ ഗുഡ് 1 പ്ലസ് പ്രൈസ് ഓഫ് ഗുഡ് 2 ഈക്വൽ ടു ടോട്ടൽ എമൗണ്ട് ഓഫ് ഇൻകം എന്നുള്ളതാണ് ബഡ്ജറ്റ് ലൈൻ്റെ കൺസ്ട്രെയിൻ്റെ ഒരു ഇക്വേഷൻ. സോ ഇവിടെ ഗുഡ് x1, ഇവിടെ ഗുഡ് x2 അടയാളപ്പെടുത്തി വിചാരിക്കാം. പക്ഷെ നമ്മളെ ഈ ഇന്റർസെപ്റ്റുകൾ നമ്മളിങ്ങനെ കാണല് ഇതെങ്ങനെയാന്ന് വെച്ചാൽ ഈ ടോട്ടൽ എമൗണ്ട് ഓഫ്, ഉദാഹരണത്തിന് ഞാൻ പറയാം, ബഡ്ജറ്റ് ഇവിടെ 100ആണ്, നമ്മുടെ ഇൻകം 100ആണെന്ന് വിചാരിക്കുക. പ്രൈസ് ഓഫ് എക്സ്, പ്രൈസ് ഓഫ് എക്സ് എന്നുള്ളത് 10ആണ്. പ്ലസ് പ്രൈസ് ഓഫ് x2 അത് 5x2 ആണെന്ന് വിചാരിക്കാം. സോ ഇവിടുത്തെ ഈ ഇന്റർസെപ്റ്റ് കിട്ടാൻ നമ്മൾ എന്താ ചെയ്യല്? ആ ഇന്റർസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എൻറ്റയർ എമൗണ്ട് ഓഫ് മണി നമ്മൾ എന്തിന് സ്പെൻഡ് ചെയ്യാം? ആ ഒരു ഒറ്റ ഗുഡ് മാത്രം വാങ്ങാൻ വേണ്ടി സ്പെൻഡ് ചെയ്യാം. സോ ആ ഒരു കേസിൽ ഏതുണ്ടാവില്ല? ഈ x2 എന്നുള്ള സംഭവം ഉണ്ടാവില്ല. അപ്പോൾ 10x1 ഈക്വൽ ടു 100 എന്ന് വരും. സോ അതിൽ നിന്ന് x1 ഈക്വൽ ടു 100/10. സോ ഈ ഇന്റർസെപ്റ്റ് നമുക്ക് 10 എന്ന് കിട്ടും. ഓക്കെ, ഈ ഇന്റർസെപ്റ്റ് 10 കിട്ടി. അതേപോലെ തന്നെ ഇത് കണ്ടെത്തൂ. x2ന്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ x1 എന്നുള്ള കോൺസെപ്റ്റ് ഉണ്ടാവില്ല. സോ 100/5 എന്ന് വരും. സോ നമുക്ക് ഇത് എത്ര കിട്ടും? 20 എന്ന് കിട്ടും. ഇത്രയാണ് നമുക്ക് ഇതിന് വേണ്ടത്. സോ ഈ ചോദിച്ചത് എന്താ? വാട്ട് ഹാപ്പൻ ടു ദ ബഡ്ജറ്റ് കൺസ്ട്രെയിൻ വെൻ ദ പ്രൈസ് ഓഫ് എ ഗുഡ് ഇൻക്രീസസ്? ഏ ഗുഡ് എന്നാണ്, രണ്ട് ഗുഡും പറയാം. ഇതിൽ ഏതെങ്കിലും ഒരു ഗുഡ്സിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യാന്ന് വിചാരിക്കാം. സോ നമ്മൾ x1ന്റെ കേസ് എടുക്കുക. ഈ 10 എന്നുള്ളത് എത്രയായി അറിയോ? 20 കൺസിഡർ ചെയ്യാം. 100 ഈക്വൽ ടു 20x1 പ്ലസ് 5x2 ആയി. സോ ഇനി നിങ്ങൾ ചെയ്ത് നോക്കൂ. എൻ്റെ എമൗണ്ട് ഈ ഒരു x1, ഈ ഇൻക്രീസ് ചെയ്ത x1ന് സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ സാധനം ഇവിടെ ഉണ്ടാവില്ല. 20x1 ഈക്വൽ ടു 100 എന്ന് വരും. ഓക്കെ, 100/20 ഈക്വൽ ടു x1. x1 ഈക്വൽ ടു 5. ഇവിടെ 10 ആണെങ്കിൽ ഇത് ഈ ഒരു ഗുഡ്സിന് ചേഞ്ച് ഒന്നുമില്ല, ഒറ്റ ഗുഡേ മാറുന്നുള്ളൂ. സോ ഇത് ഇങ്ങനെ വന്നിട്ട് 10 ഉള്ളത് 5 ആയി. ഇതാണല്ലോ നമ്മളുടെ എന്ത് ബഡ്ജറ്റ് കൺസ്ട്രെയിൻ, ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുന്നത്. സോ വാട്ട് ഹാപ്പൻസ് ടു ദ ബഡ്ജറ്റ് കൺസ്ട്രെയിൻ ഓർ ദ ബഡ്ജറ്റ് ലൈൻ വെൻ ദ പ്രൈസ് ഓഫ് എ ഗുഡ് ഇൻക്രീസസ്? എന്ത് മാറ്റാണ് വന്നിട്ടുള്ളത് നോക്കൂ. ഇറ്റ് ഷിഫ്റ്റ് ടു ദ ലെഫ്റ്റ്. രണ്ട് ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ ഇറ്റ് ഷിഫ്റ്റ് ടു ദ ലെഫ്റ്റ്, ഇത് ശരിയാണ്. ഷിഫ്റ്റ് ടു ദ റൈറ്റ് ആണോ? അല്ല. ഇറ്റ് റിമെയിൻ അൺചേഞ്ച്ഡ്, അങ്ങനെയാണോ? അതുമല്ല. ഇറ്റ് ബിക്കെയിം സ്റ്റീപ്പർ, അത് സ്റ്റീപ്പറായി. ഇത് ഫ്ലാറ്റർ ആയിരുന്നു, ഇത് ഇങ്ങോട്ട് വന്നപ്പോൾ സ്റ്റീപ്പറായി വിത്ത് ഷിഫ്റ്റ് ടു ദ ലെഫ്റ്റ്. സോ ഇതിന്റെ ഏഴാമത്തിന്റെ ഉത്തരം ബി ആൻഡ് ഡി വരും. പക്ഷെ ഇവിടെ ഒരൊറ്റ ഓപ്ഷൻ സെലക്ട് ചെയ്യാനുള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? സ്റ്റീപ്പർ എന്നുള്ളതാണ് സെലക്ട് ചെയ്യുന്നത്. സോ ഇത് മനസ്സിലായോ?
ആ ഒരു ബജറ്റ് കൺസ്ട്രെയിന്റ് ഇക്വേഷൻ ചെയ്താൽ തന്നെ ഒരു ഇഷ്ടപ്പെട്ട രണ്ട് വാല്യൂസും ബജറ്റ് ഇൻകത്തിനും അതേപോലെ പ്രൈസ് ഓഫ് എക്സും എക്സ്2നും കൊടുത്താൽ ആ ഒരു ചേഞ്ച് കാണിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് കിട്ടും. സോ ഇത് ഓക്കെ ആണോ? ഇപ്പൊ ചെയ്തതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? അനീന ഓക്കെ അല്ലേ? സോ അടുത്തത് നോക്കാം. വാട്ട് റിലേഷൻഷിപ്പ് ഡസ് ദ മൾട്ടിപ്ലയർ ഹാവ് വിത്ത് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ്? എം പി എസും മൾട്ടിപ്ലയറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്ന് നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇതിന് നമ്മൾ ഓൾറെഡി മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചേഞ്ച് ഇൻ ഇൻകം ടു ചേഞ്ച് ഇൻ ഇൻവെസ്റ്റ്മെന്റ്, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? 1/1 മൈനസ് എം പി സി. അതല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതി? 1 മൈനസ് എം പി സി എന്നുള്ളത് 1/MPS ഈക്വൽ ടു മൾട്ടിപ്ലയർ. സോ ഈ ഒരു ഇക്വേഷൻ തന്നെ നമുക്ക് അതിന്റെ റിലേഷൻഷിപ്പ് കിട്ടും. ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററും ഉള്ള റിലേഷൻ ഒക്കെ ഇൻവേഴ്സ് ആയിട്ടാണ് വരിക. സോ എം പി എസും മൾട്ടിപ്ലറും തമ്മിൽ നെഗറ്റീവ് റിലേഷൻഷിപ്പ് ആണ്. ഓക്കെ, എം പി എസ് എന്നാൽ നമ്മൾ ഇൻക്രീസ് ചെയ്യുന്ന ഇൻകം നമ്മൾ സേവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് പിന്നെ മൾട്ടിപ്ലർ എഫക്റ്റിലൂടെ നമ്മുടെ ഇൻകം ഇൻക്രീസ് ചെയ്യാൻ കാരണമാവില്ല. ആ എമൗണ്ട് അവിടെ തടഞ്ഞു വെക്കുകയാണ് ചെയ്യപ്പെടുന്നത്. സോ ദ മൾട്ടിപ്ലർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എം പി എസ്. സോ എട്ടാമത്തിന്റെ ആൻസർ വരിക ഓപ്ഷൻ ബി ആണ്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ഡിസ്കഷനിൽ CUT ഡിസ്കഷനിലൊക്കെ പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റുകളാണ്. സോ അഗെയിൻ ഒരു മാത്തമാറ്റിക്സ് ആണ്. വാട്ട് ഈസ് ദ ഇക്വിലിബ്രിയം ഇൻകം ഇഫ് ഇൻവെസ്റ്റ്മെന്റ് ഡിമാൻഡ് ഈസ് 400 ആൻഡ് ദ കൺസംഷൻ ഈസ് ഈക്വൽ ടു 0.8y? സോ ഇവിടെ ഏത് ഇക്വേഷനാണ് നമ്മൾ യൂസ് ചെയ്യുക? ചെയ്ത് നോക്കൂ. ഇക്വിലിബ്രിയം ഇൻകം എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇവിടെ നമുക്ക് I 400 ആണ് തന്നിട്ടുണ്ട്. സി എന്നുള്ളത് 0.8y ആണ് തന്നിട്ടുണ്ട്. സോ ഇക്വിലിബ്രിയം y എത്രയാണെന്ന് കണ്ടെത്തേണ്ടത്. സോ ചെയ്ത് നോക്കൂ. ഈസി മാത്തമാറ്റിക്സ് ആണ്. പൊതുവെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോൾ മനസ്സിലായത്, കമ്പയർഡ് ടു കുസാറ്റ് അതേപോലെ CUT, അവർ അത്ര ടൈറ്റ് ക്വസ്റ്റ്യൻസ് ഒന്നും ഇടുന്നില്ല. ഒക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവർ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത്. മാത്തമാറ്റിക്സ് ആണെങ്കിൽ തന്നെ ഇങ്ങനത്തെ കുറച്ച്, പിന്നെ അതിന്റെ കൂടെ കുറച്ച് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് മാത്രമേ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇടുന്നുള്ളൂ. സോ ഇതിൽ നമുക്കൊരു അഗ്രിഗേറ്റ് ഡിമാൻഡ് ഈക്വൽ ടു അഗ്രിഗേറ്റ് സപ്ലൈ എന്നുള്ളൊരു കോൺസെപ്റ്റ്, ദാറ്റ് ഈസ് y ഈക്വൽ ടു C+I എന്നുള്ളത്. ഓക്കെ, ഇതെല്ലാവർക്കും അറിയുന്നതല്ലേ, y ഈക്വൽ ടു C+I. സോ ഇനി ഇതിൽ ഈ സി എത്ര കൂടെ തന്നിട്ടുണ്ട്? 0.8y പ്ലസ് I എത്ര തന്നിട്ടുള്ളത്? 400. സോ ഇതിൽ നിന്ന് നമുക്ക് ഇനി എന്താണ് കണ്ടെത്തേണ്ടത്? y ആണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ വൈനൊക്കെ ഒരേ ഒരു സൈഡിലാക്കാം. ഇവിടെ 0.8y ഇപ്പുറം വരുമ്പോൾ -0.8y ഈക്വൽ ടു അപ്പുറത്തൊരു 400. സോ ഇവിടെയും y ഉണ്ട്, ഇവിടെയും y ഉണ്ട്. അപ്പൊ കോമൺ ആയിട്ട് y ഉള്ളതുകൊണ്ട് y പുറത്തെടുത്താൽ yന്റെ ഇവിടെ നിന്ന് y പോയാൽ 1 മൈനസ് 0.8 ഈക്വൽ ടു 400. സോ y 1 8 പോയാൽ 0.8 പോയാൽ 0.2 ഈക്വൽ ടു 400. ഓക്കെ, ഇനി y മാത്രം കാണുക. ആ 0.2നെ അപ്പുറത്ത് കൊണ്ടുപോവുക. അപ്പോൾ അത് ഇൻറ്റു ആയിട്ടുള്ളത് കൊണ്ട് അത് താഴോട്ട് പോകുമ്പോൾ അത് ഡിവിസിബിൾ ആയിട്ട് മാറും, 0.2. ഇനി ഇതിനെ നമുക്ക് എക്സാക്റ്റ് എമൗണ്ട് കിട്ടണം എന്നുള്ളതുകൊണ്ട് ഇവിടെ 10 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ താഴോട്ട് അതേപോലെ 10 കൊണ്ട് ഗുണിക്കുക. സോ 4000 ഡിവൈഡഡ് ബൈ 2. സോ ആൻസർ 2000 എന്നാണ്. നേരത്തെ ആൻസർ കിട്ടൽ ഓപ്ഷൻ ഡി 2000. ഞങ്ങൾക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ടാവും. സോ ജസ്റ്റ് ഒന്നുമില്ല, അഗ്രിഗേറ്റ് ഡിമാൻഡ് ഈക്വൽ അഗ്രിഗേറ്റ് സപ്ലൈ എന്നുള്ള ഇക്വേഷൻ ഉണ്ടല്ലോ, y ഈക്വൽ ടു C+I എന്നുള്ളത്.
അതിലോട്ട് ജസ്റ്റ് കാര്യങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക, തന്നിട്ടുള്ളത് കൊടുക്കുക, വൈനെ പൊതുവായിട്ട് പുറത്തെടുക്കുക, വൈനെ അവിടെ വെച്ചിട്ട് ബാക്കിയുള്ളത് അപ്പുറത്ത് കൊണ്ടുപോയിട്ട് ഡിവൈഡ് ചെയ്യുക. ആൻസർ ഈസ് റെഡി. സോ അടുത്തത്, വിച്ച് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ഫിസിക്കൽ ആൻഡ് മോണിറ്ററി പോളിസി ഈസ് ട്രൂ? Physical and monetary policy affect aggregate demand through the same route. Physical policy affect aggregate demand through IS schedule, while monetary policy affect through LM schedule. Physical and monetary policy are interchangeable and have the same implication for the composition of aggregate demand. Physical policy is primarily concerned with changes in money supply. ഇതിൽ മെയിൻ കീ ടേംസിൽ നോക്കിയാൽ തന്നെ ആൻസർ കിട്ടും. വൈൽ മോണിറ്ററി പോളിസി ഫോക്കസ് ഓൺ ടാക്സ് റേറ്റ് ആൻഡ് സ്പെൻഡിങ്. സോ നോക്ക് ഇതിൽ ഏതാണ് ഓപ്ഷൻ വരിക എന്നുള്ളത്. നിങ്ങൾക്ക് ISLM കുറിച്ച് കറക്റ്റ് ഒരു ഐഡിയ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇത് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ കഴിയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ചാറ്റ് ബോക്സിൽ ഇടൂ, എത്രയും പെട്ടെന്ന് ആൻസർ ചെയ്യാൻ നോക്കുക. ഓക്കെ, നിങ്ങളിപ്പോൾ ചാറ്റ് ബോക്സിലൊക്കെ ഇട്ടാൽ നിങ്ങൾ ചിലപ്പോൾ എക്സാം ഹാളിൽ പോകുമ്പോൾ ചെറിയൊരു ഐഡിയ എങ്കിലും ഉണ്ടാവും. റിഫ്ലക്റ്റീവ് ആയിട്ട് ആ സമയത്ത് നിങ്ങളെ മൈൻഡിലോട്ട് കാര്യങ്ങൾ വരും. സോ അതാണ് ഞാൻ പറയുന്നത്, പെട്ടെന്ന് ചാറ്റ് ബോക്സിൽ ഇട്ടിട്ട് ആൻസർ ചെയ്യാൻ. സോ ഇതിന്റെ ആൻസർ വരിക ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഞാൻ കൂടുതൽ പറയണ്ടില്ല, കാരണം നിങ്ങൾ ISLM പഠിച്ച സമയത്ത് കുറേ പറഞ്ഞിട്ടുള്ളതാണ്. ഫിസിക്കൽ പോളിസിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ഓർ ഇമ്പാക്റ്റുകൾ IS ഷെഡ്യൂളിലാണ് എഫക്റ്റ് ചെയ്യുക. IS ഷെഡ്യൂൾ ഫിസിക്കൽ പോളിസി ഒരു എക്സ്പാൻഷനിങ് പോളിസി വരുമ്പോൾ IS റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യും, കോൺട്രാക്ഷൻ ആണ് ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. അതേപോലെ തന്നെ മോണിറ്ററി പോളിസി മണി സപ്ലൈയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് വരുത്താണ്. സോ മണി സപ്ലൈയിൽ ചേഞ്ച് വരുന്നത് അത് LM കർവിലാണ് എഫക്ട് ചെയ്യുക. അതേപോലെ ഈ D എന്നുള്ള ഓപ്ഷൻ നോക്കൂ, ഇവിടെ നമ്മൾ മോണിറ്ററി പോളിസി എന്ന് കൊടുത്താൽ കൺസേൺ ചേഞ്ചസ് ഇൻ മണി സപ്ലൈ, അത് ശരിയാവും. ഇവിടെ ഫിസിക്കൽ പോളിസി എന്ന് കൊടുത്താൽ അത് ശരിയാവും അല്ലേ? നോക്കൂ, സോ ഇതിന് ആൻസർ 10ന്റെ B ആണ്. അടുത്തത്, വാട്ട് ഈസ് റിപ്പോ ട്രാൻസാക്ഷൻ? ഇതിൽ ഈ ഒരു റിപ്പോ എന്നുള്ള ടേംസിന്റെ അബ്രിവിയേഷൻ ഫുള്ള് കിട്ടുന്നുണ്ടെങ്കിൽ ഈ ഒരു ആൻസർ ഈസി ആയിട്ട് ചെയ്യാം. The sale of an asset with an agreement to repurchase it later, to purchase of an asset with an agreement to resell it later, a short-term loan secured by long-term asset, a long-term loan secured by short-term asset. എന്താ അതിന്റെ ഉത്തരം വരിക? സമയപരിമിതം മൂലമായിട്ട് ഞാൻ അങ്ങനെ ക്വസ്റ്റ്യൻസ് കൂടുതൽ ചെയ്തു പോകുന്നത്. സോ ഇതിന്റെ ആൻസർ വരിക ഓപ്ഷൻ എ ആണ്. The sale of an asset with an agreement to repurchase. ഈ റിപ്പോ എന്ന് ബന്ധപ്പെട്ട വേറെ ടേംസ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ നമ്മളെ ബാങ്കിങ് റിലേറ്റഡിൽ? റിപ്പോ റേറ്റ് എന്നുള്ളത് ബാങ്കുകൾ RBI തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ്, ഒരു റേറ്റിനെയാണ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് അല്ലേ? അത് RBI ബാങ്കുകൾക്ക് ലോൺ കൊടുക്കുന്ന റേറ്റും എന്ന് പറയാറുണ്ട്. A എന്നുള്ള ഒരു കൊമേഴ്ഷ്യൽ ബാങ്ക് ഉണ്ടെന്ന് വിചാരിക്കുക. ഈ കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ അടുത്ത് ഒരു 100 crore സെക്യൂരിറ്റീസ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ബാങ്കിന് പെട്ടെന്ന് ഫണ്ടിന് ആവശ്യം വരികയാണ്. അവർക്ക് കയ്യിലുള്ള ഫണ്ട് ഇനഫ് ആവാത്തത് കൊണ്ട് അവർക്ക് ഫണ്ടിന് ആവശ്യം വരികയാണ്. അപ്പോൾ അവർ ഈ 100 കോടി സെക്യൂരിറ്റീസ് ആയിട്ട് RBIന്റെ കതകന് പോയി മുട്ടും. അപ്പൊ RBIനോട് ചോദിക്കും, RBI ഞങ്ങൾക്കൊരു 100 കോടി ക്യാഷ് ആയിട്ട് വേണം, സോ നിങ്ങൾ ഞങ്ങൾക്ക് തരണം എന്ന് പറയും. അങ്ങനെ 100 കോടി ക്യാഷ് ആയിട്ട് കൊടുക്കാൻ RBI പറയും യെസ് ഓക്കെ ഞങ്ങൾ തരാം. അങ്ങനെ എന്ത് ചെയ്യും, 100 കോടി ഇങ്ങോട്ട് കൊടുക്കും. ഓക്കെ, ഇവർ 100 കോടിന്റെ സെക്യൂരിറ്റീസ് RBIയിൽ വെച്ചപ്പോൾ RBI 100 കോടിക്ക് തുല്യമായിട്ടുള്ള ഫണ്ട് ഇവർക്ക് കൊടുത്തു. അങ്ങനെ പൈസ ഒക്കെ കിട്ടിയത് ഈ കൊമേഴ്ഷ്യൽ ബാങ്ക് RBIയുടെ അടുത്തുനിന്ന് ടാറ്റ പറഞ്ഞു പോരാൻ നേരത്താണ് RBI പറയുന്നത്, മറ്റേന്ത്യയിൽ പറഞ്ഞ പോലെ സ്വാമി ഒന്ന് ഇവിടെ നിന്നേന്ന് പറഞ്ഞിട്ട് ഇവിടെ ഫണ്ട് ഈ സെക്യൂരിറ്റീസ് ഇവിടെ വെച്ചത് കൊള്ളാം, പറഞ്ഞ ഡേറ്റിന്റെ അന്ന് ഇത് ഇവിടുന്ന് തിരിച്ചു കൊണ്ടുപോകണം. ഓക്കെ, ഈ 100 കോടി രൂപയുടെ സെക്യൂരിറ്റീസ് RBIയുടെ കയ്യിൽ വെച്ചു, RBIയുടെ കയ്യിൽ നിന്ന് ഫണ്ട് കിട്ടി. അപ്പോൾ RBI പറഞ്ഞു ഫണ്ട് ഞങ്ങൾ തന്നിട്ടുണ്ട്, അപ്പോൾ ഈ ഒരു 3 മാസം കഴിഞ്ഞിട്ട് ഈ ഒരു സെക്യൂരിറ്റീസ് ഞങ്ങൾക്ക്
ഞങ്ങളെ ഫണ്ട് തിരിച്ചു തന്നിട്ട് നിങ്ങൾ കൊണ്ടുപോയിക്കോളണം എന്ന് പറഞ്ഞു. അങ്ങനെ 3 മാസം കഴിഞ്ഞിട്ടോ, 3 മാസം കഴിഞ്ഞിട്ട് ഈ ബാങ്ക് RBIയുടെ അടുത്ത് പോയിട്ട് വാതിൽ മുട്ടിയിട്ട് പറഞ്ഞ് 100 കോടി ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, ഞങ്ങളുടെ സെക്യൂരിറ്റീസ് തിരിച്ചു തരൂന്ന്. അപ്പൊ RBI പറഞ്ഞു തരാൻ പറ്റൂല. അപ്പൊ ചോദിച്ചു എന്തുകൊണ്ട് നിങ്ങൾക്ക് തരാൻ കഴിയില്ല? അപ്പൊ RBI പറഞ്ഞു ഞങ്ങൾ ഈ നിങ്ങൾക്ക് തരുന്നത് വെറുതെ അങ്ങോട്ട് തരാൻ, ഇത് കുടുംബസ്വത്തൊന്നുമല്ല. സോ നിങ്ങൾ 100 കോടി പ്ലസ് ഒരു നിശ്ചിത എമൗണ്ട് ഓഫ് ടോട്ടൽ 100ന്റെ ഒരു നിശ്ചിത എമൗണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് പോലെയും കൂടി ഞങ്ങൾക്ക് തരണം. അതിപ്പോ ഒരു 30 കോടിയും കൂടി ഉണ്ടെന്ന് വിചാരിക്കാം. സോ അപ്പൊ ടോട്ടൽ ആയിട്ട് 130 ഞങ്ങൾക്ക് തന്നാലേ നിങ്ങളുടെ സെക്യൂരിറ്റീസ് ഞങ്ങൾ തിരിച്ചു തരുള്ളൂ എന്ന് പറഞ്ഞു. സോ ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റിന്റെ അടിസ്ഥാനത്തിൽ ഒരു 30 കോടി എക്സ്ട്രാ അവർ കൊടുക്കേണ്ടി വന്നല്ലോ. ആ ഒരു എമൗണ്ടിനെ, ആ ഒരു ഇൻട്രസ്റ്റ് റേറ്റിനെ നമ്മൾ എന്ത് പറയാം? റിപ്പോ റേറ്റ് എന്ന് പറയാം. ഓക്കെ, ആ ഒരു എമൗണ്ടിനെയാണ് നമ്മൾ റിപ്പോ റേറ്റ് എന്ന് പറയും. സോ ഇത് ഇങ്ങനെയാണ് നമ്മൾ റിപ്പോ റേറ്റിന്റെ ഫങ്ഷനിങ്. പലപ്പോഴും പലരോട് എന്താണ് റിപ്പോ റേറ്റ് എന്ന് വെച്ചാൽ അവർക്ക് അറിയില്ല. RBI ലെൻഡ് ചെയ്യുന്ന റേറ്റ് എന്ന് മാത്രമേ അവർക്ക് അറിയാൻ കഴിയുള്ളൂ. സോ ഇതാണ് റിപ്പോ റേറ്റ്. ഞാൻ ജസ്റ്റ് ഇതിനെ കൂടെ സൂചിപ്പിച്ചു എന്നുള്ളൂ. സോ സോ അടുത്ത ഹൗ ഡസ് ദ ഗവൺമെന്റ് ഫിനാൻസ് സ്പെൻഡിങ് ഓൺ ട്രാൻസ്ഫർ പേയ്മെന്റ്? ഇതിന് ആൻസർ ചെയ്ത് നോക്കുക. ജസ്റ്റ് ഗെസ്സെങ്കിലും ഇടിക്കുക. ഇത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം ട്രാൻസ്ഫർ പേയ്മെന്റ് എന്തെന്ന് അറിയണം, ഗവൺമെന്റ് ഫിനാൻസിങ് എന്തെന്ന് അറിയണം. സോ ആൻസർ ചെയ്തോളൂ. ഈ ട്രാൻസ്ഫർ പേയ്മെന്റ് എന്ന് പറയുമ്പോൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് സോഷ്യൽ സെക്യൂരിറ്റി, അതേപോലെ അൺഎംപ്ലോയ്മെന്റ് ബെനിഫിറ്റ്, വെൽഫെയർ പ്രോഗ്രാം, അതിനൊക്കെ ഗവൺമെന്റ് മാറ്റിയേക്കുന്ന പേയ്മെന്റ്സുകളെയാണ് ട്രാൻസ്ഫർ പേയ്മെന്റ് എന്ന് പറയാം. സോ നമ്മുടെ രാജ്യത്ത് പ്രായമായ ആളുകൾക്കും മറ്റും പെൻഷനും കാര്യങ്ങളും കൊടുക്കുന്ന ഫണ്ട് എവിടുന്നാണ്? ഗവൺമെന്റ് മറ്റേ ഫോറിൻ ബാങ്ക് പോയിക്കാണ്ട് ലോൺ എടുക്കുന്നതാണോ, അതോ നോട്ട് പ്രിന്റ് ചെയ്യുന്നതാണോ? ഈവൻ ഒരു എക്കോണമി ഡൗൺവേർഡ് ആയി നിൽക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെ തോന്നിയ പോലെ നമുക്ക് പ്രിന്റ് ചെയ്യാൻ കഴിയില്ല. അതേപോലെ പബ്ലിക് സർവീസ് ഒക്കെ കുറച്ച്, ഐ മീൻ ഗവൺമെന്റിന് ജനങ്ങൾക്ക് നൽകുന്ന സർവീസ് എന്ന് പറയുന്നത് ഒരു ചെലവേറിയ പരിപാടിയാണ്. അതുകൊണ്ട് കുറേ പേർക്ക് പെൻഷനും കാര്യങ്ങളും കൊടുക്കാണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഈ സർവീസ് ഒക്കെ നിർത്തുകയാണെന്ന് പറഞ്ഞിട്ടാണോ? അല്ല. സോ ഇതിന്റെ ആൻസർ വരിക ഓപ്ഷൻ സി, ബൈ ടാക്സിങ് ദോസ് ഹൂ ക്യാൻ അഫോർഡ് ടു പേ. ഒരു പ്രോഗ്രസീവ് ടാക്സേഷൻ വഴിയൊക്കെ ആയിട്ട് ഗവൺമെന്റ് കയ്യിൽ പണം കയ്യിലുള്ളവരുടെ കയ്യിൽ നിന്ന് അബ്സോർബ് ചെയ്തിട്ട് അത് പാവപ്പെട്ടവർക്ക് ട്രാൻസ്ഫർ പേയ്മെന്റ് ആയി കൊടുക്കുന്നു. ഓക്കെ, സോ ഇതിന്റെ ആൻസർ വരിക ഓപ്ഷൻ സി, ബൈ ടാക്സ് ദോസ് ഹൂ ക്യാൻ അഫോർഡ് ടു പേ. അടുത്തത് വാട്ട് ഈസ് എ കീ ഫീച്ചർ ഓഫ് ഓൾ ഹൈപ്പോത്തസിസ്? ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് അറിയണ്ട്. റിസർച്ച് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ്, നിങ്ങൾ കേട്ട് പരിചയമില്ലാത്ത ഒരു ചെറിയൊരു ഏരിയ റിസർച്ച് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് എന്നുള്ളത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോൾ അതിൽ കണ്ടതാണ്. പിന്നെ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കഴിഞ്ഞ 2024 ക്വസ്റ്റ്യൻ ആണെന്നുള്ള ചിന്തയും കൂടി നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണം. സോ ഹൈപ്പോത്തസിസിന്റെ ഫീച്ചർ എന്തൊക്കെയാണെന്ന് നോക്കിക്കോളൂ. ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്തിട്ട് ആൻസർ ചെയ്താലും മതി. ഞാൻ പറഞ്ഞ പല ടെക്നിക്സ് കൂടെ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. സോ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു റിസർച്ച് അല്ലെങ്കിൽ ഒരു PhD ഒക്കെ ചെയ്യാൻ നേരത്ത്, ഉദാഹരണത്തിന് ഇപ്പോൾ എൻ്റെ സ്റ്റഡി നടത്തുന്ന ഏരിയ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻകം ആൻഡ് കൺസംഷൻ എന്നാണെന്ന് വിചാരിക്കാം. സോ എനിക്ക് നടത്തേണ്ട സ്റ്റഡി എന്താ വെച്ചാൽ ഇൻകം എങ്ങനെ കൺസംഷനെ ഇമ്പാക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. സോ ഞാൻ കുറച്ച് പഠനം കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് എന്ത് ചെയ്യും, ഒരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കുന്നതിന് മുന്നായിട്ട് ഒരു ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്യും. അതിന് 2 ഹൈപ്പോത്തസിസ് നമുക്കുള്ളത്, നൾ ഹൈപ്പോത്തസിസ് അതേപോലെ ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്. ഡിനോട്ട് ചെയ്യൽ H0 H1 എന്നാണ്. സോ H0 ഐ മീൻ ഹൈപ്പോത്തസിസിലെ ഈ H0 ഹൈപ്പോത്തസിസ്, നൾ ഹൈപ്പോത്തസിസ് എപ്പോഴും നമ്മൾ നോ റിലേഷൻഷിപ്പ് നോ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞിട്ടാണ് ചെയ്യാറുള്ളത്. സോ ഈ ഒരു കേസിലാണെങ്കിൽ നമ്മൾ ഇൻകവും അതേപോലെ കൺസംഷൻ എടുത്തുകൊണ്ട് ഇവിടെ ഞാൻ പറയും ദർ ഈസ് എ നോ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻകം ആൻഡ് കൺസംഷൻ. ഇവിടെ ഞാൻ പറയും ദർ ഈസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻകം ആൻഡ് കൺസംഷൻ. അങ്ങനെ ഞാൻ കുറെ പഠനം നടത്തും.
ദാറ്റ് മീൻസ് ഞാൻ ഡാറ്റ കളക്ട് ചെയ്യും, ഡാറ്റ അനാലിസ് ചെയ്യും, ഇന്റർപ്രറ്റ് ചെയ്യും, അതിലെ ടെസ്റ്റുകൾ ഇടും, കുറെ ടെസ്റ്റ് നടത്തും, എഫ് ടെസ്റ്റ്, ടി ടെസ്റ്റ്, എൻ്റെ ഓരോ റിസർച്ചിന്റെ സ്വഭാവത്തിനനുസരിച്ച് ഞാൻ പല ടെസ്റ്റുകൾ നടത്തും. എന്നിട്ട് ഞാൻ കണ്ടുപിടിക്കുകയാണ് ദർ ഈസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദീസ് ടു. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? എൻ്റെ H0 ഞാൻ എന്ത് ചെയ്യും? റിജക്റ്റ് ചെയ്യും. എൻ്റെ H1 ഞാൻ അക്സെപ്റ്റ് ചെയ്യും. സോ ഹൈപ്പോത്തസിസ് ഈ രണ്ടും H0 നൾ ഹൈപ്പോത്തസിസ്, H1 ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്. സോ ഇവിടെ ഈ ഒരു പറഞ്ഞ സെനാരിയോ ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ആൻസർ എന്താ വരിക? ദേ മസ്റ്റ് ബി ലെങ്തി ആൻഡ് കോംപ്ലക്സ്. ഇത് ലെങ്തി ആൻഡ് കോംപ്ലക്സ് ആണോ? അല്ല. ദേ മസ്റ്റ് ബി ബേസ്ഡ് ഓൺ പേഴ്സണൽ ബിലീഫ്. എനിക്ക് തോന്നുകയാണ് എൻ്റെ ഇഷ്ടത്തിന് എന്തെങ്കിലുമൊക്കെയാണ് പടച്ചു വിടാം. സോ അങ്ങനെ നമുക്ക് ഒരിക്കലും റിസർച്ച് ചെയ്യാൻ, റിസർച്ച് മൊത്തം ഒരു ഡാറ്റ ഓറിയന്റഡ് ആയിരിക്കണം. ദർ ഇസ് നോ ചാൻസ് ഓർ റൂം ഫോർ ദി പേഴ്സണൽ ബിലീഫ്. അപ്പോൾ പേഴ്സണൽ ബിലീഫ് അല്ല, ഇതും അല്ല. ദേ മസ്റ്റ് റിലേ സോൾ ഇൻ ക്വാളിറ്റേറ്റീവ് ഡാറ്റ. റിസർച്ച് നമുക്ക് ബ്രോഡ് കാറ്റഗറി ആയിട്ട് ക്വാണ്ടിറ്റേറ്റീവ് എന്നും ക്വാളിറ്റേറ്റീവ് എന്നും നോക്കാം. ക്വാണ്ടിറ്റേറ്റീവ് പറഞ്ഞാൽ ന്യൂമറിക്കൽ അനാലിസിസും കാര്യങ്ങളൊക്കെ. ഞാൻ എന്ത് ചെയ്യാം? പഠനം കുറെ പേര് ഇങ്ങനെ ഡാറ്റ കളക്ട് ചെയ്ത് കണ്ട് നമ്പേഴ്സ് വെച്ചിട്ടുള്ളതാണ് ക്വാണ്ടിറ്റേറ്റീവ്. ക്വാളിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ഒരു ഒരു പ്രത്യേക ട്രൈബിനെ കുറിച്ച് എനിക്ക് പഠനം നടത്തുന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ആ ട്രൈബിന്റെ കൂടെ താമസിച്ചിട്ട് അവരോട് കുറെ വിവരങ്ങളും കാര്യം അവരെ കൂടുതൽ തൊട്ടടുത്ത് പഴകിയിട്ട് ഞാൻ എന്ത് ചെയ്യും? ഡാറ്റ കളക്ട് ചെയ്യും. സോ അത്തരം സ്റ്റഡീസിനെ ക്വാളിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ. ക്വാണ്ടിറ്റേറ്റീവ് ക്വാളിറ്റേറ്റീവ് ഇതിൽ പറഞ്ഞത് മസ്റ്റ് റിലേ സോൾലി ഇൻ ക്വാളിറ്റേറ്റീവ്. ക്വാളിറ്റേറ്റീവ് മാത്രമേ ഡിപ്പെൻഡ് ചെയ്യാൻ കഴിയും നമുക്കൊരു ഒരിക്കലും പറയാൻ കഴിയില്ല. സോ അപ്പോൾ ഇതിന്റെ ആൻസർ വരിക ദേ മസ്റ്റ് മേക്ക് എ പ്രഡിക്ഷൻ അബൌട്ട് ദ ഫിനോമിനൻ ബീങ് സ്റ്റഡീഡ്. ഞാൻ പറഞ്ഞു, ഞാൻ ഓൾറെഡി പഠിക്കാൻ പോകുന്ന, ഞാൻ ഭാവിയിൽ പഠിക്കാൻ പോകുന്ന ഒരു സ്റ്റഡി, ഒരു പ്രോബ്ലത്തിനെ കുറിച്ചുള്ള സ്റ്റേറ്റ്മെന്റ് ഞാൻ മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്ത് വെക്കുന്നതിനെയാണ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ വരെ സി ആണ്. ഹൈപ്പോത്തസിൽ രണ്ട് തരം ഹൈപ്പോത്തസിസ് ഉണ്ട്. H0 ഉണ്ട്, H1 ഉണ്ട്. H0 എന്ന് പറഞ്ഞാൽ നൾ ഹൈപ്പോത്തസിസ്, H1 എന്ന് പറഞ്ഞാൽ ആൾട്ടർനേറ്റീവ്. ഇതിൽ H0 നമ്മൾ നോ റിലേഷൻഷിപ്പ്, നോ സിഗ്നിഫിക്കൻസ്, അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ പൊതുവെ ഉൾക്കൊള്ളിക്കാറുള്ളത്. ഓക്കെ, പിന്നെ ഇതുമായി ബന്ധപ്പെട്ട വേറൊരു കോൺസെപ്റ്റ് ആണ് H0 നൾ ഹൈപ്പോത്തസിസ് ട്രൂ ആണ്. ഓക്കെ, നൾ ഹൈപ്പോത്തസിസ് ട്രൂ ആകുമ്പോൾ നമ്മൾ അതിനെ റിജക്ട് ചെയ്താൽ അതിനൊരു ഇഷ്യൂ ഉണ്ട്. അതേപോലെ നൾ ഹൈപ്പോത്തസിസ് ഫാൾസ് ആയാൽ നമ്മൾ റിജക്ട് ചെയ്താലും രണ്ട് ഇഷ്യൂസ് വരാണ്ട്. അത് നമ്മൾ പറയും ടൈപ്പ് 1 എറർ ആൻഡ് ടൈപ്പ് 2 എറർ എന്നാണ് അതിന് പറയാറ്. ഓക്കെ, അതിന് ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചിട്ടുള്ളൂ. സോ അതെങ്ങനെയാന്ന് വെച്ചാൽ ഇത് നൾ ഹൈപ്പോത്തസിസ് ട്രൂ ആണ്. ഞാൻ പഠനം നടത്തി എനിക്ക് മനസ്സിലായി നൾ ഹൈപ്പോത്തസിസ് ട്രൂ ആണ്. ഓക്കെ, അങ്ങനെ ഞാൻ എന്ത് ചെയ്ത്? നൾ ഹൈപ്പോത്തസിസ് ട്രൂ ആണ്, ഞാനത് അക്സെപ്റ്റ് ചെയ്ത്. ട്രൂ ഉള്ളത് അക്സെപ്റ്റ് ചെയ്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നോ പ്രോബ്ലം. നൾ ഹൈപ്പോത്തസിസ് ട്രൂ ആണ്, ഞാൻ പഠനം നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി യെസ്, ഞാൻ വെച്ച നൾ ഹൈപ്പോത്തസിസ് ട്രൂ ആണ്. പക്ഷെ ഞാൻ എന്ത് ചെയ്ത്? നൾ ഹൈപ്പോത്തസിസ് ട്രൂ ആയിട്ട് അതിനെ റിജക്റ്റ് ചെയ്ത്. എനിക്കത് വേണ്ട, ഞാൻ അറിയാതെ അല്ലെങ്കിൽ എങ്ങനെയോ ഞാൻ ആ നൾ ഹൈപ്പോത്തസിസ് ട്രൂ ആയിട്ട് അതിനെ റിജക്റ്റ് ചെയ്ത്. നൾ ഹൈപ്പോത്തസിസ് ട്രൂ ആയിട്ട് നമ്മൾ അതിനെ റിജക്റ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും? ടൈപ്പ് 1 എറർ വരും. ടൈപ്പ് 1 എറർ. നൾ ഹൈപ്പോത്തസിസ് ട്രൂ ആണ് പക്ഷെ റിജക്റ്റ് ചെയ്തു. ട്രൂ നൾ ഹൈപ്പോത്തസിസ് ട്രൂ റിജക്റ്റ് ചെയ്തു. ടൈപ്പ് 1 എറർ, NTRT. ഓക്കെ, അതേപോലെ തന്നെയാണ് നമ്മൾ അതേപോലെ പറഞ്ഞ വേറൊരു കോൺസെപ്റ്റ് ആണ് ഫാൾസ് ബട്ട് അക്സെപ്റ്റ്. നൾ ഹൈപ്പോത്തസിസ് തെറ്റായിരുന്നു, ഫാൾസ് ആയിരുന്നു, പക്ഷെ ഞാൻ എന്ത് ചെയ്തു? അക്സെപ്റ്റ് ചെയ്തു. ഈ ഒരു ഇഷ്യൂനെ പറഞ്ഞവരാണ് ടൈപ്പ് 2 എറർ. ഓക്കെ, ടൈപ്പ് 2 എററും നൾ ഹൈപ്പോത്തസിസ് ട്രൂ ആണ് പക്ഷെ റിജക്റ്റ് ചെയ്തു, ടൈപ്പ് 1 എറർ. നൾ ഹൈപ്പോത്തസിസ് ഫാൾസ് ആണ് പക്ഷെ അക്സെപ്റ്റ് ചെയ്തു, ടൈപ്പ് 2 എറർ. ഓക്കെ, ഇത് നിങ്ങൾ മനസ്സിലാക്കുക. ഇതെന്തായാലും ക്വസ്റ്റ്യൻ വരാനുള്ള ഒരു ഏരിയ ആണ്, കാരണം നെറ്റിന് വരെ ഇത് പലതവണ ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച് കാണാറുണ്ട്.
സോ ഹൈപ്പോത്തസിസ് രണ്ട് തരം, എച്ച് നോട്ട് ദാറ്റ് മീൻസ് നൾ ഹൈപ്പോത്തസിസ്, എച്ച് വൺ ആൾട്ടർനേറ്റ് ഹൈപ്പോത്തസിസ്. ഹൈപ്പോത്തസിസിന്റെ കേസുമായി ബന്ധപ്പെട്ടുള്ള ടു ഇറേഴ്സ് ആണ്. നൾ ഹൈപ്പോത്തസിസ് ട്രൂ ആകുമ്പോൾ റിജക്ട് ചെയ്താൽ ടൈപ്പ് വൺ ഇറർ, നൾ ഹൈപ്പോത്തസിസ് ഫാൾസ് ആകുമ്പോൾ അക്സെപ്റ്റ് ചെയ്താൽ ടൈപ്പ് ടു ഇറർ. ഓക്കെ. സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് റിസർച്ച് അപ്രോച്ച് ഇൻവോൾവ് സ്റ്റാറ്റിറ്റിക്കൽ അനാലിസിസ് ടു ഒബ്റ്റെയിൻ ഫൈൻഡിങ്സ്? സ്റ്റാറ്റിറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ വെച്ചിട്ടുള്ള കളികളാണ്. ഈ നമ്പർ വെച്ചിട്ടുള്ള അനാലിസും കാര്യങ്ങളും ഏത് തരം സ്റ്റഡിയിലാണ് നമ്മൾ യൂസ് ചെയ്യല്? ക്വാളിറ്റേറ്റീവ് ഞാൻ ഓൾറെഡി പറഞ്ഞു എന്ത് തരം സ്റ്റഡി ആണെന്ന്. എക്സ്പെരിമെന്റൽ സ്റ്റഡി അത് വൺ ഓഫ് ദ ടൈപ്പ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റഡിയാണ്. ഒബ്സർവേഷണൽ സ്റ്റഡീസ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് സ്റ്റഡീസ്. സോ ഇതിന്റെ ആൻസർ നമ്മൾ ഉള്ളിൽ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇതിന്റെ ആൻസർ അല്ല, ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്നാണ്. ക്വാളിറ്റേറ്റീവ് ഞാൻ ഓൾറെഡി പറഞ്ഞു. അത് എന്തുമായി റിലേറ്റ് ചെയ്താണ്? ക്വാളിറ്റേറ്റീവ് നേച്ചർ, നമുക്ക് മെഷർ ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ ബന്ധപ്പെട്ടാണ് ക്വാളിറ്റേറ്റീവ് സ്റ്റഡീസ് എന്ന് പറയുന്നത്. അതുപോലെ എക്സ്പെരിമെന്റൽ സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു എക്സ്പെരിമെന്റ് നടത്തുകയാണ്. ദാറ്റ് മീൻസ് ഒരു കോസ് എഫക്റ്റ് റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കുകയാണ്. ഉദാഹരണം, രണ്ട് വേരിയബിൾ ഉണ്ടെന്ന് വിചാരിക്കുക, എക്സ് വൺ എക്സ് ടു. ഈ എക്സ് വണ്ണിനെ അവിടെ വെച്ചിട്ട് എക്സ് ടുവിന് എന്ത് സംഭവിക്കും, ഇതിന്റെ കോസ് കാരണം ഇതിന് എന്ത് എഫക്റ്റ് ഉണ്ടാവും, അങ്ങനത്തെ ഒക്കെ നടത്തുന്ന ഒരു ക്വാണ്ടിറ്റേറ്റീവ് ടൈപ്സ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റഡിയാണ് എന്ത്? എക്സ്പെരിമെന്റൽ സ്റ്റഡീസ് എന്ന് പറയുന്നത്. പിന്നെ ഒബ്സർവേഷൻ റിസർച്ച്, അത് ആ ടേം തന്നെ ഉണ്ട്. നമ്മൾ ഒബ്സർവ് ചെയ്യുക, ഒരു പെർട്ടിക്കുലർ ഏരിയ പോയിട്ട് നമ്മളൊരു ഫിനോമിന അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഒരു ഇഷ്യൂ അല്ലെങ്കിൽ ഒരു ട്രൈബ്സിന്റെ കൂടെ ഒരു ഒബ്സർവ് ചെയ്തിട്ട് പഠനം നടത്തുന്നതാണ് ഒബ്സർവേഷൻ റിസർച്ച് എന്ന് പറയുന്നത്. സോ ഇതിന്റെ ഓപ്ഷൻ വരിക ക്വാണ്ടിറ്റേറ്റീവ് ആണ്. വാട്ട് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ഡിസൈനിങ് എനി റിസർച്ച് സ്റ്റഡി? ഒരു റിസർച്ചിലോട്ട് കടക്കുന്നതിന് മുന്നേ എങ്ങനെയെല്ലാം ആയിരിക്കണം അതിന്റെ ഫസ്റ്റ് ടു ലാസ്റ്റ് സ്റ്റെപ്സ് എന്ന് പറയുന്നത്? നിങ്ങൾ യു ജി പ്രൊജക്ട് ചെയ്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഏകദേശം ഒന്ന് ഐഡിയ ഉണ്ടാവും. സോ ഇതിൽ വരുന്നത് 15ന്റെ ഉത്തരം വരുന്നത് സി ആണ്, ഡിസൈഡിങ് വാട്ട് ടു സ്റ്റഡി. ആദ്യം തന്നെ പോയിട്ട് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യോ? ഇല്ല. അനലൈസ് ചെയ്യാൻ പോയില്ല. അനലൈസ് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ ഡാറ്റ വേണം. റൈറ്റിംഗ് റിസർച്ച് റിപ്പോർട്ട്, ഈ ഡാറ്റ കളക്ട് ചെയ്ത് അനലൈസ് ചെയ്ത് അതിനെയാണ് നമ്മൾ റിസർച്ച് റിപ്പോർട്ട് ആക്കിയിട്ട് ഫൈനലായിക്കാണ് നമ്മുടെ വൈവയ്ക്ക് മുന്നേ വെച്ച് വെക്കുന്ന സാധനം, അതിനാണ് റിസർച്ച് റിപ്പോർട്ട് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് എന്ത് ചെയ്യണം? ഡിസൈഡിങ് വാട്ട് ടു സ്റ്റഡി. സോ അതാണ് വേണ്ടത്. സോ ഇതിനൊരു ബ്രോഡ്ലി ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാന്നുണ്ടെങ്കിൽ ആദ്യം ഇതേപോലെ എന്ത് പഠിക്കണം, എന്തിനെ കുറിച്ച് പഠനം നടത്തണം, വാട്ട് ടു സ്റ്റഡി ആണ് പ്രോബ്ലം നമ്മൾ കണ്ടെത്തും. പിന്നെ ഈ ഒരു ഏരിയയിൽ ഇതിന് മുന്നേ ആരെങ്കിലും പഠനം നടത്തിയിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ അത് നമ്മൾ ശരിയായിട്ട് മനസ്സിലാക്കണം. അതിന് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്ന് പറയും, അത് ചെയ്യും രണ്ടാമത്തെ സ്റ്റെപ്പ്. മൂന്നാമത്തെ സ്റ്റെപ്പിൽ എന്തെല്ലാം വേരിയബിൾസ് ആണ്, ഒരു ഇൻകം കൺസംഷന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇൻകം ഉണ്ട്, ട്രെൻഡ്സ് ഉണ്ട്, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഉണ്ട്. അപ്പോൾ വേരിയബിൾസ് ഏതൊക്കെ, പ്ലസ് നേരത്തെ നമ്മൾ കണ്ട ഹൈപ്പോത്തസിസും സെറ്റ് ചെയ്യണം. അതാണ് മൂന്നാമത്തെ സ്റ്റേജ് ആയിട്ട് വരുന്നത്. നാലാമത്തെ വരുന്നത് ഡിസൈന്. ഡിസൈൻ എന്ന് പറയുമ്പോൾ ഇതിൽ എന്തെല്ലാം മെത്തഡോളജി യൂസ് ചെയ്യണം, ഏതെല്ലാം സ്റ്റാറ്റിറ്റിക്കൽ ടൂൾസ് യൂസ് ചെയ്യണം, എങ്ങനെയെല്ലാം ഡാറ്റ കളക്ട് ചെയ്യണം, എത്ര പേരിൽ നിന്ന് കളക്ട് ചെയ്യണം, എങ്ങനെയെല്ലാം ഡാറ്റ ക്ലാസിഫൈ ചെയ്യണം തുടങ്ങിയ ഒരു ഡിസൈൻ. അതിനെയാണ് നാലാമത്തെ സ്റ്റെപ്പിൽ ഡിസൈൻ എന്ന് പറയുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ ക്യാരി ഔട്ട് സാമ്പിളിങ് നടത്തുക. നമ്മൾ ഒരിക്കലും ഒരു സ്റ്റഡിയിൽ സർവേ മെത്തേഡ് നടത്തൂല, കാരണം നമ്മളൊരു എൻ്റയർ പോപ്പുലേഷൻ ഒരു കുറച്ച് സാമ്പിൾ എടുക്കുകയാണ് ചെയ്യൽ. അങ്ങനെ സാമ്പിൾ നടത്തിയാണ് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യും. ഡാറ്റ കളക്ഷൻ ഈ കളക്ട് ചെയ്ത ഡാറ്റ നമ്മൾ എന്ത് ചെയ്യും? അനാലിസിസ്. കളക്ട് ചെയ്ത ഡാറ്റ അനാലിസിസ് ചെയ്യും. അനാലിസിസും പിന്നെ അതിന്റെ കൂടെ നമ്മൾ ഈ എച്ച് ഉണ്ടല്ലോ, നമ്മൾ ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ചെയ്യും, വെദർ ഇറ്റ് ഈസ് അക്സെപ്റ്റ് ഓർ റിജക്റ്റ് എന്ന് നോക്കാനും വേണ്ടിയിട്ട്. അങ്ങനെ ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? റിപ്പോർട്ട് ചെയ്ത് തയ്യാറാക്കും. ആദ്യം എന്ത് പഠിക്കണം എന്ന് നോക്കും, എന്നിട്ട് ആ ഏരിയയിൽ ആരെങ്കിലും മുന്നേ പഠനം നടത്തിയിട്ടുണ്ടോ എന്ന് അതിനെക്കുറിച്ച് പഠിക്കും. അത് കഴിഞ്ഞ് വേരിയബിൾസ് എന്തൊക്കെ കണ്ടെത്തും, പിന്നെ ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്യും, എന്നിട്ട് നമ്മൾ മെത്തഡോളജിയും കാര്യങ്ങൾ റിസർച്ച് ഡിസൈൻ സെറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് സാമ്പിളിങ് ചെയ്യും, അതിന് ഡാറ്റ കളക്ട് ചെയ്യും, സാമ്പിളിങ് ഡിസൈഡ് ചെയ്യും,
അതിന് പിന്നെ ഡാറ്റ കളക്ട് ചെയ്യും, കളക്ട് ചെയ്തിട്ട് അനാലിസിസ് നടത്തും, ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ചെയ്യും, എന്നിട്ട് റിപ്പോർട്ട് റൈറ്റിംഗ് ചെയ്യും. സോ ഇത്രയാണ് ഒരു PhD പോലത്തെ ഒരു സ്റ്റഡിക്കോ അല്ലെങ്കിൽ ഒരു റിസർച്ചിനായിട്ട് എൻ്റെ റിസർച്ചിന് ഒരു ബേസിക് സ്ട്രക്ചർ ഫ്രം ഫസ്റ്റ് ടു ലാസ്റ്റ് എന്ന് പറയുന്നത്. സോ അടുത്ത വാട്ട് ഈസ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ കോൾഡ് ഇൻഡിപെൻഡന്റ്? എന്തുകൊണ്ടാണ് ഇൻഡിപെൻഡന്റ് വേരിയബിളിനെ ഇൻഡിപെൻഡന്റ് എന്ന് പറയുന്നത്? ഇതിന്റെ ആൻസർ വരില്ലേ, ബിക്കോസ് ഇറ്റ് കോസസ് ഓർ ഇൻഫ്ലുവൻസ് ഔട്ട്കം ബി മെഷേർഡ്. 16ന്റെ ഉത്തരം വരുന്നത് ബി എന്നാണ്. എന്താണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്? സോ ഈ ഒരു കേസിൽ ഇതൊരു ഞാൻ എഴുതിയിട്ടുള്ളത് എക്കണോമെട്രിക് ടേമിലാണ്. ഇവിടെ y എന്നുള്ളത് കൺസംഷൻ ആണ്, β1 ഇന്റർസെപ്റ്റ്, β2 അതിന്റെ കോയിഫിഷ്യന്റ്, xi എന്നുള്ളത് ഇൻകവുമാണ്. സോ y എന്നുള്ളത് ഇവിടെ എന്തുകൊണ്ട് ഇത് എന്ന് പറയുന്നത് ഡിപ്പെൻഡന്റ് വേരിയബിൾ ആണ്. കാരണം ഇവിടെ എന്ത് ചേഞ്ച് ഉണ്ടായാലും അത് ഇവിടെ എഫക്റ്റ് ചെയ്യും. ഓക്കെ, ഈ xi എന്നുള്ളത് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്. ഇത് ഇൻഡിപെൻഡന്റ് ഇത് ഡിപ്പെൻഡന്റ് വേരിയബിൾ. കാരണം ഇവിടെ 100 സീക്വൽ ടു β1 പ്ലസ് β2 10 ഇൻകം ഉണ്ടായപ്പോൾ കൺസംഷൻ 100 ആയിരുന്നു വിചാരിക്കാം. സോ അതേ സ്ഥാനത്ത് ഇവിടെ ഞാൻ ഇവിടെ വാല്യൂ മാറ്റി കൊടുക്കുകയാണ്. 20 ആക്കിയാൽ അതിന് ഇവിടെ ഇൻഫ്ലുവൻസ് ഉണ്ടാവും. സോ ഇവിടെ അതുകൊണ്ടാണ് ഇത് ഈ ഡിപ്പെൻഡന്റ് വേരിയബിൾ ആണ്. കൺസംഷൻ ഇൻകത്തിന് കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൺസംഷൻ ഡിപ്പെൻഡന്റ് വേരിയബിൾ ആണ്. ഇൻകത്തിന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കൺസംഷൻ. ഓക്കെ, സോ ഇവിടത്തെ കേസിൽ ഇൻകം എന്നുള്ളത് ഇൻഡിപെൻഡന്റ് ആണ്. അവിടെ നമ്മളിങ്ങനെ വാല്യൂസ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യില്ല. അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഒരു സാധനം ഒന്നും അവിടെ ഇല്ല. ഓക്കെ, ഇൻകം ഇൻഡിപെൻഡന്റ് ഓഫ് കൺസംഷൻ, ബട്ട് കൺസംഷൻ ഇസ് ഡിപ്പെൻഡിങ് ഇൻകം. സോ ബിക്കോസ് ഇറ്റ് കോസ് ഓർ ഇൻഫ്ലുവൻസ് ഔട്ട്കം മെഷർ. നമ്മൾ ഇവിടെ എത്രത്തോളം കൺസംഷൻ ഉണ്ട് എന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വാല്യൂവിന് ഇവിടെ ഇൻഫ്ലുവൻസ് ഉണ്ട്. സോ ദാറ്റ് ഈസ് ദ ആൻസർ ഓഫ് ദ 16th ക്വസ്റ്റ്യൻ ഈസ് ഓപ്ഷൻ ബി. സോ അടുത്ത് നോക്കുക, വാട്ട് എഫക്ട് ഡസ് സ്ട്രോങ് ഡൊമസ്റ്റിക് ഡിമാൻഡ് അമിഡ്സ്റ്റ് ഹൈ കമ്മോഡിറ്റി പ്രൈസ് ഹാവ് ഓൺ ഇന്ത്യസ് കറണ്ട് അക്കൗണ്ട് ബാലൻസ്? ഒരു ഇന്ത്യൻ്റെ കറണ്ട് അക്കൗണ്ട് ബാലൻസിൽ കറണ്ട് അക്കൗണ്ട് സർപ്ലസ് ആവണമെന്നുണ്ടെങ്കിൽ എക്സ്പോർട്ട് ഗ്രേറ്റർ ദാൻ ഇമ്പോർട്ട് ആവണം. കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഇമ്പോർട്ട് ഗ്രേറ്റർ ദാൻ എക്സ്പോർട്ട് ആയിരിക്കും. സോ ഈ സിറ്റുവേഷനിൽ പറയുന്നത് സ്ട്രോങ് ഡൊമസ്റ്റിക് ഡിമാൻഡ് ആൻഡ് ഹൈ കമ്മോഡിറ്റി പ്രൈസ് ഓൺ ഇന്ത്യസ് കറണ്ട് അക്കൗണ്ട് ബാലൻസ് എങ്ങനെയാണ് ഇമ്പാക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന് അമേരിക്കയുടെ ഒരു ഗുഡ്സിന് ഇന്ത്യയിൽ ഒടുക്കത്തെ ഡിമാൻഡ് ഉണ്ട്. ഇന്ത്യക്കാർക്ക് അതില്ലാതെ പറ്റൂല എന്നുള്ളൊരു അവസ്ഥയാണ്. അതിനാണെങ്കിൽ പക്ഷെ നല്ല പ്രൈസും ഉണ്ട്. പക്ഷെ അത് ഞങ്ങൾക്ക് എന്തായാലും വേണമെന്ന് ഇന്ത്യക്കാർ പറയുന്നുണ്ട്. അപ്പോൾ അമേരിക്കക്കാരുടെ ഈ ഒരു ഗുഡ്സിന് ഇത്രയും ഡിമാൻഡ് ഉണ്ട്, അതുപോലെ തന്നെ നല്ല പ്രൈസാണ് എന്നുണ്ടെങ്കിൽ കൂടി ഇന്ത്യ അത് ഇമ്പോർട്ട് ചെയ്യാൻ നിർബന്ധിതരാകും. സോ വാട്ട് എഫക്ട് സ്ട്രോങ് ഡൊമസ്റ്റിക് ഡിമാൻഡ് ആൻഡ് ഹൈ കമ്മോഡിറ്റി പ്രൈസ് ആവ് ഓൺ ഇന്ത്യാസ് കറണ്ട് അക്കൗണ്ട് ബാലൻസ്? ഇങ്ങനെ അമേരിക്കയുടെ ഗുഡ്സിന് നല്ല പ്രൈസും ഇന്ത്യയിലാണെങ്കിൽ നല്ല ഡിമാൻഡും ഉള്ളൊരവസ്ഥയിൽ ഇന്ത്യൻ്റെ കറണ്ട് അക്കൗണ്ട് ബാലൻസിനെ അത് എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുക? എന്തായാലും നമുക്കറിയാം ഇമ്പോർട്ട് കൂടും, അപ്പോൾ അത് നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കൽ. ഇറ്റ് ഇൻക്രീസസ് ദ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ്. സോ ഓപ്ഷൻ സി ആണ് വരിക. സോ അതേ സ്ഥാനത്ത് ഇന്ത്യയുടെ ഒരു ഗുഡ്സ് ഉണ്ട്. ഇന്ത്യയിൽ ഫേമസ് നമുക്കറിയാം ടെക്സ്റ്റൈൽസ് ആണ്. ഈ ഒരു ടെക്സ്റ്റൈൽസിന് അമേരിക്കയിൽ ഭയങ്കര ഡിമാൻഡാണ്. അമേരിക്കയുടെ മാർക്കറ്റിൽ നല്ല പ്രൈസും ഉണ്ട്, എന്നാൽ അമേരിക്കക്കാർക്ക് നല്ല ഡിമാൻഡ് ചെയ്യുന്നു. ആ സമയത്ത് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് കൂടുതൽ എക്സ്പോർട്ട് ചെയ്യും. അപ്പോൾ നമ്മളെ കറണ്ട് അക്കൗണ്ട് ബാലൻസ് സർപ്ലസ് ആവും. 18 നോക്കുക. അപ്പോൾ ഇതിന് ആൻസർ വരും എന്താ? ഓപ്ഷൻ സി ആണ്. സോ സമയം ഇല്ലാത്തതുകൊണ്ട് ഓടിച്ചു വന്ന് ഒരു 3 ക്വസ്റ്റ്യനും കൂടി ഉള്ളൂ കേട്ടോ. വാട്ട് ഹാസ് സപ്പോർട്ട് ദ റീബൗണ്ട് ഇൻ കൺസംഷൻ? ഇതൊരു ന്യൂ ടേം ആയിരിക്കും നിങ്ങൾക്ക്. റീബൗണ്ട് ഇൻ കൺസംഷൻ, എ ഡിഗ്രീസ് ഇൻ ഡിസ്പോസിബിൾ ഇൻകം, എ റൈസ് ഇൻ ദ ഷെയർ ഓഫ് കൺസംഷൻ ഇൻ ഡിസ്പോസിബിൾ ഇൻകം, എ ഡിഗ്രീസ് ഇൻ ദ അവൈലബിൾ ഗുഡ്സ്, എ ഡിഗ്രീസ് ഇൻ കൺസ്യൂമർ കോൺഫിഡൻസ്. സോ നോക്കുക 18 ഇതിന്റെ ഒരു പുതിയ ടേം നിങ്ങൾ തന്നെ ഒരു റീബൗണ്ട് എന്ന് പറഞ്ഞാൽ, റീബൗണ്ട് എന്ന് പറഞ്ഞാൽ
കൺസ്യൂമറെ കൺസംഷൻ ഇൻക്രീസ് ചെയ്യാണ് ആഫ്റ്റർ എ ഡിക്ലൈന്. നമ്മൾ ഉയർത്തെഴുന്നേൽപ്പ് എന്നൊക്കെ പറയില്ലേ, അല്ലെങ്കിൽ ഒരു റീമന്താദ്, അല്ലെങ്കിൽ ഒരു കംബാക്ക് എന്നൊക്കെ പറയല്ലോ. മൊത്തം ഇല്ലാത്തടത്തുനിന്ന് ഒരു ഉയർത്തെഴുന്നേൽപ്പ്, അതിനെയാണ് റീബൗണ്ട് എന്ന് പറയുന്നത്. റീബൗണ്ട് ഇൻ കൺസംഷൻ എന്ന് പറയുമ്പോൾ അതിലേക്ക് ഇല്ലാത്തൊരു കൺസംഷൻ പെട്ടെന്നാണ് കൂടുക. അപ്പോൾ കൺസംഷൻ എന്തുമായി റിലേറ്റഡ്? ഇൻകവുമായി. അപ്പൊ ഇൻകം കൂടണം അല്ലേ? അപ്പൊ ഇവിടെ നോക്കുക, ഡിഗ്രീസ് ഇൻ ഡിസ്പോസിബിൾ ഇൻകം, ഇവിടെ ഡിഗ്രീസ് എന്നാണ്. അപ്പൊ അത് എന്തായാലും വരുമല്ലോ. ഡിഗ്രീസ് ഇൻ അവൈലബിലിറ്റി ഗുഡ്സ് ആൻഡ് സർവീസസ്. കൺസംഷൻ കൂടണമെന്നുണ്ടെങ്കിൽ ഇൻകം കൂടണം. പിന്നെ അതിന്റെ കൂടെ എന്തുണ്ടാകണം? എന്ത് കൺസംഷൻ ചെയ്യാനാണ് നമ്മൾ ഇൻകം കൂടി എന്നൊക്കെ പറയുന്നത്? ഗുഡ്സ്. അപ്പൊ ഗുഡ്സ് കുറഞ്ഞെന്ന് പറഞ്ഞാൽ കൺസംഷൻ കുറയൂലേ? അപ്പൊ ഇതുമല്ല. ഡിഗ്രീസ് ഇൻ കൺസ്യൂമർ കോൺഫിഡൻസ്. നമ്മളൊരു എന്ത് കാര്യത്തിന് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമ്മൾ അത് ചെയ്യാൻ നിൽക്കുള്ളൂ. സോ ഇതും എന്തായാലും ചെയ്യാൻ പറ്റൂല. അപ്പോൾ ഇതിന്റെ ഉത്തരം പിന്നുള്ളത് എ റൈസ് ഇൻ ദ ഷെയർ ഓഫ് കൺസംഷൻ ഇൻ ഡിസ്പോസിബിൾ ഇൻകം. ഡിസ്പോസിബിൾ ഇൻകം വൈ സ്പെൻഡ് ചെയ്യുന്നതിനുള്ള കൺസംഷൻ നമ്മളത് കൂടി. ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്പോസിബിൾ ഇൻകം ഈക്വൽ ടു ടോട്ടൽ ഇൻകം മൈനസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്. ചുരുക്കി പറഞ്ഞാൽ എനിക്കൊരു 50,000 രൂപ ശമ്പളം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 10% നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 45,000 മാത്രമേ എൻ്റെ കയ്യിൽ കൺസംഷന് വേണ്ടിയിട്ട് ഉണ്ടാവുള്ളൂ. ആ 45,000-ൽ ഞാൻ കൺസ്യൂം ചെയ്യുന്നതിൻ്റെ, ഞാൻ ആ 45,000 സേവ് ചെയ്യാനൊരു 45 സേവ് ചെയ്യാൻ ഞാൻ 40, പിന്നെ കൺസംഷൻ നടത്തൽ 5 ആണെന്ന് വിചാരിക്കുക. അത് പെട്ടെന്ന് മാറ്റം വരുത്തിയിട്ട് ഞാൻ 40 കൺസംഷനും 5 സേവ് ചെയ്യാൻ തന്നെ എൻ്റെ കൺസംഷൻ വളരെ അങ്ങ് വലുതായി. കാരണം എന്താ? എൻ്റെ ഡിസ്പോസൽ ഇൻകം മാറ്റിവെക്കുന്നതിനുള്ള കൺസംഷന്റെ ഷെയർ ഞാൻ കൂട്ടി. സോ ആ ഒരു കോൺസെപ്റ്റ് ആണ് റീബൗണ്ടിങ് കൺസംഷൻ എന്ന് പറയുന്നത്. സോ റേസിംഗ് ഷെയർ ഓഫ് കൺസംഷൻ ഡിസ്പോസിബിൾ ഇൻകം. ഈ ഒരു 3 ക്വസ്റ്റിനും കൂടി ഉള്ളൂ കേട്ടോ. ഓക്കെ. വാട്ട് ടേം ഈസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ദ ഹിസ്റ്റോറിക്കൽ എക്കണോമിക് ഗ്രോത്ത് റേറ്റ് ഓഫ് ഇന്ത്യ ബിഫോർ ഇറ്റ്സ് ട്രാൻസ്ഫോർമേഷൻ? ബിഫോർ ഇറ്റ്സ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ മെയിൻ ട്രാൻസ്ഫോർമേഷൻ നടന്ന പീരീഡ് ഏതാ? 1991-ലെ NEP-ക്ക് മുൻപേ ഉള്ള ഒരു അവസ്ഥയാണ് പറയുന്നത്. ദ ഇന്ത്യൻ മിറാക്കിൾ, ദ ഹിന്ദു ഗ്രോത്ത്, എക്കണോമിക് റിനൈസൻസ്, ദ ഫ്ലക്ച്വേറ്റ് അൺപ്രഡിക്റ്റബിളി. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും, ദ ഹിന്ദു ഗ്രോത്ത് റേറ്റ്. ഇത് പറയുന്നത് എന്താ വെച്ചാല്, നമുക്കറിയാം 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ഇന്ത്യക്ക് ഭയങ്കര പേടിയായിരുന്നു ഇന്ത്യൻ എക്കോണമി തുറന്നു കൊടുക്കാൻ പുറത്തുള്ളവർ. കാരണം എന്താ? മറ്റുള്ളവരെ ഇങ്ങോട്ട് വെൽക്കം ചെയ്തതിന്റെ ഒരു ദൂഷ്യഫലമാണ് 250 വർഷത്തിന്റെ ഒരു ബ്രിട്ടീഷ് രാജ്യം നമ്മൾ കഴിഞ്ഞത്. അപ്പൊ ഇനിയും ഇതുപോലത്തെ ഉള്ള ഫോറിനേഴ്സിന് ഇങ്ങോട്ട് വന്നിട്ട് ഇന്ത്യയെ അവർക്ക് വിട്ടുകൊടുക്കേണ്ട ആ ഒരു പേടിയുള്ളത് കൊണ്ട് ഇന്ത്യയുടെ മാർക്കറ്റും കാര്യങ്ങളൊന്നും പുറത്തുള്ളവർക്ക് തുറന്നു കൊടുത്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് വളർച്ചയ്ക്ക് ഭയങ്കര ലിമിറ്റേഷൻ, ഒരു പരിമിതി ഉണ്ടായിരുന്നു. സോ ആ ഒരു സമയത്ത് ഇന്ത്യയുടെ GDP റേറ്റ് എന്ന് പറയുന്നത് 3 to 4 അല്ലെങ്കിൽ 3 to 4.5 ഈ ഒരു റേഞ്ചിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എങ്ങനെ കിണഞ്ഞ് പരിശ്രമിച്ചാലും ഇന്ത്യന്റെ ഗ്രോത്ത് റേറ്റ് ഈ ഒരു റേഞ്ചിനുള്ളിലാണ് ഉണ്ടായിരുന്നത്. സോ ഈ ഒരു റേറ്റിനെയാണ് ഹിന്ദു ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത്. ഹിന്ദു ഗ്രോത്ത് റേറ്റിന് ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തത് രാജകൃഷ്ണ എന്നുള്ള ഒരു എക്കണോമിസ്റ്റ് ആണ്. 1970 രാജകൃഷ്ണ എന്നുള്ള ഒരു എക്കണോമിസ്റ്റ് ആണ് ഈ ഒരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഹിന്ദു ഗ്രോത്ത് റേറ്റ്, ദാറ്റ് മീൻസ് 3.5. ഹിന്ദു ഗ്രോത്ത് റേറ്റ് എത്രയാണെന്ന് ചോദിക്കാൻ നിങ്ങൾക്ക് എത്ര ചെയ്താൽ 3.5. സോ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന ടേംസ്, ഹിന്ദു ഗ്രോത്ത് റേറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള രാജകൃഷ്ണ 1970. ഓക്കെ. സോ ഇതിന്റെ 19ന്റെ ഓപ്ഷൻ വരെ ആൻസർ ബി. സോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഇയർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ ഇൻട്രൊഡ്യൂസ്ഡ്? സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത വർഷം ഏതാണെന്നാണ് ചോദിക്കുന്നത്. അത് നിങ്ങൾക്കറിയാം. ഇതിന്റെ ആൻസർ വല്ലോ ഓപ്ഷൻ ഡി 2015 എന്നാണ്. ഓക്കെ. സോ സെപ്റ്റംബർ 2015. സെപ്റ്റംബർ 2015 കൊണ്ടുവന്നിട്ടുള്ളത് ആസ് എ പാർട്ട് ഓഫ് 2030 അജണ്ട ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ. 2030 അജണ്ട ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളിന്റെ ഭാഗമായിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. സോ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് ഉണ്ട്. അതിപ്പോൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ നേരമില്ലാത്തതുകൊണ്ടാണ്. മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് അതിലൊരു 10 നിങ്ങൾ പഠിച്ചു വെക്കുക. ചില കോഡ് ടേംസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ. മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ്, MDGs എന്ന് പറയും. പിന്നെ അടുത്തത് കോമൺ പ്രോപ്പർട്ടി
ഓഫൻ റിസൾട്ട് ഇൻ കോമൺ പ്രോപ്പർട്ടി എന്നുള്ളൊരു കാരണം കൊണ്ടാണ് ഇഷ്യൂ. നെഗറ്റീവ് സോഷ്യൽ ബെനിഫിറ്റ് പ്രൈവറ്റ് എക്സ്പെൻസ്. ഇതിന്റെ ആൻസർ വരിക ഓപ്ഷൻ എ ആണ്. കോമൺ പ്രോപ്പർട്ടി എന്നുള്ളൊരു ഇഷ്യൂ. കാരണം ഞാൻ എപ്പോഴും ട്രാജഡി ഓഫ് കോമൺസ് എന്നൊക്കെ പറയുന്ന ഒരു ടേമുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഈ ഒരു കാര്യം തന്നെ. ട്രാജഡി ഓഫ് കോമൺസ് എന്ന് എന്താ? ഇതൊരു പാടം, നെൽപ്പാടം അല്ലെങ്കിൽ ഒരു പുല്ലും ഉള്ള സ്ഥലമാണെന്ന് വിചാരിക്കുക. ഇവിടെ കുറേ പുല്ലുണ്ട്. അപ്പൊ എന്ത് ചെയ്യും? ഈ തൊട്ടടുത്ത് നിൽക്കുന്ന തൊട്ടടുത്തുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യും? അവരുടെ പശുവിനെ കൊടുത്തിട്ട് ഇവിടെ മേയ്ക്കാൻ കൊണ്ടുവരും. എല്ലാവരും മേയ്ക്കാൻ കൊണ്ടുവരും. അപ്പൊ എല്ലാവരും മേയ്ക്കാൻ കൊണ്ടുവരുമ്പോ ഇത് ആർക്കും ഈ ഒരു സ്ഥലം എഴുതി കൊടുത്തിട്ടൊന്നുമില്ല. ആരുടെയാണെന്നൊന്നും പ്രോപ്പർട്ടി റൈറ്റ്സ് ഒന്നും ചെയ്തിട്ടില്ല. സോ അപ്പൊ എല്ലാവരും വന്നിട്ട് എന്ത് ചെയ്യും? മാക്സിമം അവരുടെ പശുക്കളെ കൊണ്ട് ഈ പുല്ല് തീറ്റിക്കാൻ നോക്കും. മത്സരം പോലെ തീറ്റിക്കാൻ നോക്കും. അങ്ങനെ പ്രശ്നമല്ല. എന്താ വെച്ചാൽ ഇതൊരു എന്തിന് കാരണമാവും? ഈ ലാൻഡിന്റെ ഫെർട്ടിലിറ്റി നഷ്ടപ്പെടാൻ കാരണമാവും. പക്ഷെ ആ സ്ഥാനത്ത് ഈ ട്രാജഡി ഓഫ് കോമൺസ് എന്നുള്ള ഇതിനെങ്ങനെയാണ് പ്രോപ്പർട്ടി റൈറ്റ് വഴി ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്താന്ന് പറഞ്ഞാല് ഇത്ര ഒരാൾക്ക്, ഇത്ര ഒരാൾക്ക്, ഇത്ര ഒരാൾക്ക്, ഇത്ര ഒരാൾക്ക്. അപ്പൊ എന്ത് ചെയ്യും? നമ്മൾക്ക് സ്വന്തമായിട്ട് ഒരു സാധനം കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിനെ പൊന്നുപോലെ നോക്കാൻ നോക്കും. അങ്ങനെ തന്നെയാണല്ലോ. ഉം, അപ്പോൾ ഇത് ഇത്ര ഏരിയ മാത്രം ഒരാൾ യൂസ് ചെയ്യും, ഈ ഒരു ഏരിയ മറ്റാൾ യൂസ് ചെയ്യും, ഈ ഒരു ഏരിയ മറ്റാൾ യൂസ് ചെയ്യും. അപ്പൊ ഈ പ്രോപ്പർട്ടി റൈറ്റ് വെൽ ഡിഫൈൻ ചെയ്തതുകൊണ്ട് തന്നെ ആ ഒരു സോയിലിന്റെ ഫെർട്ടിലിറ്റി നഷ്ടപ്പെടുന്നത് ഒഴിവാക്കാൻ കഴിഞ്ഞു. അതുപോലെ നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി എന്നുള്ള ഒരു ഇഷ്യൂ ഒഴിവാക്കാനും കഴിഞ്ഞു. സോ ഇതിനെയാണ് ട്രാജഡി ഓഫ് കോമൺസ് എന്നുള്ള ഈ ഒരു സിറ്റുവേഷൻ. ട്രാജഡി ഓഫ് കോമൺസ് എന്ന സിറ്റുവേഷൻ ഇതാണ്. അതിന് നമുക്ക് സോൾവ് ചെയ്യാൻ കഴിയുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒരു കോമൺ പ്രോപ്പർട്ടി ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ്. സോ ഇത്രയാണ്. ഞാൻ ഒരു 100ഓളം ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക്. പക്ഷെ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ എടുത്തിട്ടുള്ളൂ. സോ ഇത്ര എടുത്തിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ക്വസ്റ്റ്യൻ എക്സാമുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും? ഓക്കെ അല്ലേ ഇത്ര എടുത്തത്? സമയം ഞാൻ കൂടുതൽ കവർ ചെയ്യാന്ന് കരുതിയോണ്ടാണ് ഓടിച്ചു വിട്ടത്. ഓക്കെ ആണോ? അനീന, ദേവാനന്ദ ഓക്കെ അല്ലേ? നിങ്ങൾ എക്സാം എന്നാണ് വരുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ? ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ക്വസ്റ്റ്യൻസ് കണ്ടത് ഒരു 100 ഫുൾ മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ട്. ഡിസ്ക്രിപ്റ്റീവ് കണ്ടിട്ടില്ല. 100 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ഉണ്ടാവുക. അതിൽ ഫുൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഉള്ളത്. അത് ഞാൻ പറഞ്ഞു കുറച്ച് ഈ ഒരു റിസർച്ചിന്റെ ഏരിയയും കൂടി ഉണ്ട് എന്നുള്ളൂ. പിന്നെ പൊതുവേ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി, കുസാറ്റ്, CUT അങ്ങനത്തെ എക്സാമായി കമ്പയർ ചെയ്യുമ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കീഴിൽ വരുന്ന ക്വസ്റ്റ്യൻസ് പൊതുവേ ഒരു ബേസിക് ലെവലായിട്ടുള്ള ഈവൺ റിസർച്ചിന്റെ കേസ് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത്. സോ നിങ്ങൾ മാക്സിമം PYQs ചെയ്യാം. ടോട്ടൽ മാർക്സ് അതിൽ 100 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. ഒരു ക്വസ്റ്റ്യന് വരുന്നത് ജസ്റ്റ് 1 മിനിറ്റ്. അത് വരുന്നത് 100 ക്വസ്റ്റ്യൻസ് ആണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ കേസാണ് പറയുന്നത്. 100 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അതിൽ ഓരോ ക്വസ്റ്റ്യനും 4 മാർക്ക്. ആൻസർ ശരിയായാൽ 4 മാർക്ക് കിട്ടും. പിന്നെ 1 മാർക്ക് ഡിഡക്ട് ഫോർ ഓൾ 4 റോങ് ആൻസേഴ്സ്. 4 ഉത്തരം തെറ്റായി വരികയാണെന്നുണ്ടെങ്കിൽ 1 മാർക്ക് കുറക്കും. മനസ്സിലായോ? ഒരു ക്വസ്റ്റ്യൻ ആൻസർ കറക്റ്റ് ആയാലും 4 മാർക്ക്. അതേപോലെ 4 ക്വസ്റ്റ്യൻ തെറ്റാണെന്നുണ്ടെങ്കിൽ 1 മാർക്ക് ഡിഡക്റ്റ് ചെയ്യും. ടോട്ടൽ മാർക്ക് അപ്പോൾ 4 × 100 400 ആയിക്കാരും വരിക. ഓക്കെ. സോ ഓക്കെ അല്ലേ? സോ ബെസ്റ്റ് ഓഫ് ലക്ക് ഫോർ യുവർ എക്സാം. താങ്ക് യു.